ഹലോ, എല്ലാവർക്കും മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു പുതിയ വീഡിയോ എന്നുള്ളതിലുപരി ഇതൊരു മാരത്തൺ സെഷനാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. നമുക്ക് വരാനിരിക്കുന്ന CPO അതേപോലെ WCPO പോലത്തെ എക്സാമുകളിലേക്ക് വളരെ ബൃഹത്തായ കുറെ ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. എക്കണോമിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് ദർവിഷ്. നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ എന്താണ് നമ്മുടെ സിലബസ്, നമുക്ക് വരുന്ന സിലബസിലെ എക്കണോമിക്സ് എന്ന് പറയുന്ന ധനതത്വശാസ്ത്രത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ നോക്കുക. ഇവിടെ കാണാൻ പറ്റും 5 മാർക്കാണ്. 5 മാർക്ക് അല്ലെ. 5 മാർക്കിന് നമുക്ക് 5 ചോദ്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഇതുവരെ ചോദിച്ചിട്ടുണ്ടായിരുന്ന, അതായത് നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എക്സാമുകൾ ചോദിച്ച വളരെ പ്രധാനപ്പെട്ട, അത് വളരെ പ്രാധാന്യം നൽകുന്ന ഏരിയ വെച്ചുകൊണ്ടുള്ള ഒരു സെഷനാണ് ഞാൻ ഇന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് വളരെ ഉപകാരപ്രദമാവും നിങ്ങളുടെ വരുന്ന എക്സാമുകൾക്ക്. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ സിലബസുകളൊന്നും നോക്കാം. നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ഇന്ത്യ സാമ്പത്തിക രംഗം എന്ന് പറയുന്നതും പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്നതും നമുക്കറിയാം സ്ഥിരമായിട്ട് എക്കണോമിക്സിന്റെ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനുകളിൽ ചോദിക്കുന്ന ഒരു ഭാഗമാണ് പഞ്ചവത്സര പദ്ധതികൾ. പ്ലാനിംഗ് കമ്മീഷൻ, ഇത് രണ്ടും വേണ്ട, ഇത് മൂന്നും നമുക്കറിയാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് പല തരത്തിലും. പ്ലാനിംഗ് കമ്മീഷൻ, പഞ്ചവത്സര പദ്ധതികൾ, ഇപ്പോൾ നീതി ആയോഗ് അല്ലെ. അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. ദെൻ അടുത്ത പറഞ്ഞ സാമ്പത്തിക പരിഷ്കാരങ്ങളാണ്. നമ്മൾ 1991 കാലഘട്ടങ്ങളിൽ ഇന്ത്യ കൈക്കൊണ്ട പുത്തൻ സാമ്പത്തിക നയവുമായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ധനകാര്യ സ്ഥാപനങ്ങൾ, നമ്മൾ ധനകാര്യ സ്ഥാപനം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ബാങ്കിങ് സംവിധാനമായിട്ട് ബന്ധപ്പെട്ട RBI കുറിച്ച് വരാം, മറ്റുള്ള ബാങ്കിതര സ്ഥാപനങ്ങളെ കുറിച്ച് വരാം. വെറും നമ്മൾ ഇന്ത്യയിൽ ഒതുങ്ങിക്കൂടാതെ നമ്മൾ ചോദ്യങ്ങൾ കണ്ടാൽ മനസ്സിലാവും. നമുക്ക് ഇന്ത്യയുടെ പുറത്തുള്ള മറ്റ് ധനകാര്യ സ്ഥാപനം, ഉദാഹരണത്തിന് ലോക ബാങ്ക് പോലത്തെ അല്ലെങ്കിൽ IMF പോലത്തെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. അത് അറിഞ്ഞിരിക്കുക. കാർഷിക വിളകളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, കാർഷിക വിളകൾ ഇല്ലേ, നമ്മളിപ്പോൾ കേരളത്തിന്റെ കാർഷിക വിളകളാവാം, അല്ലെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ മറ്റു കാർഷിക വിളകളാവാം. ഇതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ധാതുക്കൾ അല്ലെ, ധാതുക്കളുണ്ട്. ധാതുക്കൾ ഇപ്പൊ കേരളത്തിൽ ധാതുക്കളുടെ ലഭ്യത കുറവാണെങ്കിലും മറ്റു പല സംസ്ഥാനങ്ങളിലും ധാതുക്കളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാം. പിന്നെ ഹരിത വിപ്ലവം, ഈ കാർഷിക വിളകളും ഹരിത വിപ്ലവം അല്ലെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഈ ഒരു ഭാഗം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് എന്തായാലും നമുക്ക് കിട്ടും എന്നുള്ളതാണ്. കാരണം ആ തരത്തിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ചില ചോദ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുവാനും, ചിലത് സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ചിലത് നേരിട്ട് വരുന്ന ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ തന്നെ ആയിരിക്കും വരുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പൊ നമ്മൾ എടുക്കുന്ന സെഷൻ ഈ പറയുന്ന കാര്യങ്ങൾ വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായി തറവായിരിക്കുക. എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ട രീതിയിൽ ഞാൻ പറഞ്ഞു തരും. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കാം. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബൈഹാർട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചിരിക്കണം. ചില വർഷങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്, ചില പേരുകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ നോക്കുമ്പോൾ ചില ചോദ്യങ്ങളുടെ ഒരു അവസ്ഥ സ്റ്റേറ്റ്മെന്റ് തരത്തിലുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാൽ സെഷനിലേക്ക് വരാം. എല്ലാവരും കംപ്ലീറ്റ് കാണണം, എന്നാലും നമുക്ക് എക്കണോമിക്സിനെ കുറിച്ച് ഒരു പിക്ചർ കിട്ടും. നമ്മൾ എക്കണോമിക്സിനുള്ള പൊതുവെ ഒരു ബൈഹാർട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ അത് പൊതുവെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒഴിവാക്കുന്ന ഒരു മട്ടാണ് കാണുക. അതൊന്ന് മാറിയിട്ട് നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ എങ്ങനെ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാനുള്ള രീതിയാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ എടുക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം നമ്മുടെ ചോദ്യം. ഇത് കഴിഞ്ഞ വർഷം 2024 ചോദിച്ച ചോദ്യം, 2024 ചോദിച്ച ചോദ്യമാണ്. നോക്കാം. 2024 ചോദിച്ചു വളരെ സിമ്പിൾ ആയുള്ള ചോദ്യമാണെങ്കിൽ 2024 ആണെങ്കിൽ നമുക്ക് ചോദ്യങ്ങൾ ഈ തരത്തിൽ ചോദിക്കാറുണ്ട്. ഇതിപ്പോ ഞാൻ ഈ സെഷൻ എടുത്തിട്ടില്ലെങ്കിൽ പോലും എനിക്ക് ഈ ഉത്തരം കറക്റ്റായി പറയാൻ പറ്റും. നോക്കാം. പ്ലാനിംഗ് കമ്മീഷന്റെ പുതിയ പേരുണ്ട് അല്ലെ. പ്ലാനിംഗ് കമ്മീഷന്റെ പുതിയ പേര് അല്ലെ. പ്ലാനിംഗ് കമ്മീഷൻ നമുക്കറിയാം ഇപ്പോൾ ഇല്ല, ഇപ്പൊ പ്ലാനിംഗ് കമ്മീഷൻ മാറിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് തന്നാൽ തന്നെ അറിയാം, ഒരേ പേരിനോട് സാമ്യതയുള്ള ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. നീതി മണ്ഡൽ കണ്ടല്ലോ, പ്ലാനിംഗ് ബോർഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കേരളത്തിന്റെ ഒക്കെ പ്ലാനിംഗ് ബോർഡുകളാണ്, കേരള പ്ലാനിംഗ് കമ്മീഷൻ അല്ല, കേരള പ്ലാനിംഗ് ബോർഡുകളായിട്ടാണ് പറയുന്നത്. നീതി ബോർഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, നീതി ആയോഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ പലവട്ടം കേട്ടിട്ടുള്ളതാണ് നീതി ആയോഗ് എന്നുള്ളത്. അപ്പൊ നീതി ആയോഗ് ആണ് എന്താ നമ്മുടെ ഓപ്ഷൻ ആൻസർ കറക്റ്റ് ആയിട്ട്. നമ്മൾ D ആണ് ഇതിന്റെ ആൻസർ, നീതി ആയോഗ്. അതായത് പ്ലാനിംഗ് കമ്മീഷന്റെ പുതിയ പേര് എല്ലാവർക്കും അറിയുന്നതാണ്, നീതി ആയോഗ്. ഈ നീതി എന്ന് പറയുന്നതിൽ ഇതാണ് NITI, ആ ഒരു സ്പെല്ലിംഗ് അറിഞ്ഞിരിക്കുക. ചിലപ്പോൾ ഇതിന് ഫുൾ ഫോം വെച്ചിട്ട് ചോദ്യങ്ങൾ വന്നിട്ട് അതിന്റെ കറക്റ്റ് ഉത്തരങ്ങൾ ഇപ്പൊ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നുള്ള പേരാണ് ഈ നീതി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മൾ ഈ പ്ലാനിംഗ് കമ്മീഷന് കുറെ അതിന്റെ പോരായ്മകളുണ്ട്. അപ്പൊ അതൊന്ന് മാറിയിട്ട്, അല്ലെങ്കിൽ അതൊന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിൽ വന്നിട്ടുള്ള സംവിധാനമാണ് ഇത് ഈ പറയുന്ന നീതി ആയോഗ് എന്ന് പറയുന്നത്. വളരെ ബേസിക് ആയ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ എല്ലാവരും ഒരു മാർക്ക് സ്കോർ ചെയ്യും, കാരണം എല്ലാവർക്കും അറിയാം, ഒരു സാധാ ഒരു കോമൺ സെൻസ് ഉള്ള ആൾക്ക് എഴുതാൻ പറ്റിയ ആൻസർ ആണ് നീതി ആയോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, പ്ലാനിംഗ് കമ്മീഷന്റെ പുതിയ പേര്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന ആശയം ഇത് ഇങ്ങനെ തന്നെയാണ് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു വാക്കിനെ അവർ ഇംഗ്ലീഷിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇൻക്ലൂസീവ് ഗ്രോത്ത് നോക്കിയേ, ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന ആശയം നമുക്കറിയാം. ഓരോ പഞ്ചവത്സര പദ്ധതി നമ്മൾ പഠിക്കുന്ന സമയത്തും അതുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ലക്ഷ്യങ്ങൾ ഉണ്ടാവാം, ചില തീമുകൾ ഉണ്ടാവാം, ചില വാക്കുകൾ ഉണ്ടാവാം. അതായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ആദ്യ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതി. അപ്പൊ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും സമഗ്ര വികസനം എന്നാണ് പറയുന്നത്. അതായത് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വികസനം ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വികസനം എന്നുള്ള ലക്ഷ്യം കൊണ്ടുവന്ന ആദ്യ പദ്ധതി എന്ന് ചോദിച്ചില്ല. കാരണം മനസ്സിലാക്കുക, ഈ ഇൻക്ലൂസീവ് ഗ്രോത്ത് തന്നെ മറ്റൊരു പദ്ധതിയിൽ പറയുന്നതുണ്ട്. അതുകൊണ്ടാണ് ചോദിച്ചത് ഇവിടെ ആദ്യ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതി. ഇവിടെ ഓപ്ഷനിൽ കാണാൻ പറ്റും 8ാം പഞ്ചവത്സര പദ്ധതി, 10ാം പഞ്ചവത്സര, ഇത് ഇങ്ങനെ തന്നെ കൊടുത്തിട്ടുള്ളത് 8th 5-year പ്ലാൻ, 8th പ്ലാനിനെ കൊടുത്തിട്ടുള്ളൂ. 10th പ്ലാൻ അതായത് 10ാം പഞ്ചവത്സര പദ്ധതി, ഇത് ഞാൻ ഇട്ട ഓപ്ഷനിൽ സിയും ബി മാറിയിട്ട് നമുക്ക് ഇതിന്റെ ഉത്തരം ഏതാണ് കണ്ടെത്തിയാൽ മതിയല്ലോ. 9th പ്ലാൻ 9ാം പഞ്ചവത്സര പദ്ധതി, 11th പ്ലാൻ എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ പ്ലാനിങ് അല്ലെങ്കിൽ പഞ്ചവത്സര പദ്ധതി പഠിച്ച ഒരാൾക്ക് കൃത്യമായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. കാരണം നമ്മൾ ഈ പറയുന്ന സമഗ്ര വികസനം എന്ന് പറയുന്ന, എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വികസനം എന്ന് പറയുന്ന ആ ഒരു ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നത് 11ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. 11. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പ്രത്യേകം ഊന്നൽ കൊടുക്കാനുള്ള കാരണം, ഈ 11ാം പഞ്ചവത്സര പദ്ധതിയും 11th, അതേപോലെ 12ാം പഞ്ചവത്സര പദ്ധതി, ഇതിൽ രണ്ടിലെ ആശയങ്ങൾ ചെറിയ വ്യത്യാസം. അതായത് 12th 5-year പ്ലാൻ എന്ന് പറയുന്ന 12ാം പഞ്ചവത്സര പദ്ധതി, ഇതിന്റെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ 11ൽ നമ്മൾ പറഞ്ഞ എന്താണ്, 11ൽ നമ്മൾ പറഞ്ഞത് ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ്. അല്ലേ? ഈ ഒരു വാക്ക് കൊടുത്തില്ല, അല്ലെങ്കിൽ നമ്മൾ സമഗ്ര വികസനം, സമഗ്ര വളർച്ച എന്നൊക്കെ പറയുന്ന വാക്കാണ്. ഇവിടെ പറയുന്നത് മോർ ഇൻക്ലൂസീവ്, അതേപോലെ ഫാസ്റ്റ് അല്ലെങ്കിൽ റാപ്പിഡ് എന്നിങ്ങനെയുള്ള വാക്കൊക്കെയാണ് വരെ. ചിലപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഇംഗ്ലീഷിൽ തന്നെ കൊടുക്കാൻ സാധ്യത ഉള്ളതെന്നാണ് പറയുന്നത്. ഇത് 2022 ചോദിച്ച ചോദ്യമാണെന്ന് അറിഞ്ഞിരിക്കുക. ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത് എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് കൂടുതൽ സമഗ്രമായ ദ്രുതഗതിയുള്ള സുസ്ഥിരമായ വികസനം അല്ലെങ്കിൽ സുസ്ഥിരമായ വളർച്ച എന്ന ആശയം കൊണ്ടുവന്ന പദ്ധതി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് 12ാം പഞ്ചവത്സര പദ്ധതിയാണ്. കാരണം ഈ ഇൻക്ലൂസീവ് തന്നെ നമ്മൾ ഇവിടെ കാണാൻ പറ്റും അല്ലെ. രണ്ടാമത്തെ പ്രാവശ്യം ഒരു പഞ്ചവത്സര പദ്ധതിയിൽ ഇൻക്ലൂസീവ് അല്ലെങ്കിൽ സമഗ്ര വികസനം, സമഗ്ര വളർച്ച കൊണ്ടുവന്നത് 12ാമത്തെയാണ്. അപ്പൊ ഇവിടെ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറഞ്ഞു. ഇവിടെ നിങ്ങൾ അറിഞ്ഞെങ്കിൽ ചിലപ്പോൾ അടുത്തൊരു ചോദ്യം ഇതായിരിക്കാം, സുസ്ഥിര വളർച്ച എന്നുള്ള ആശയം കൊണ്ടുവന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? സുസ്ഥിര അല്ലെങ്കിൽ സ്ഥിരമായ, നമ്മൾ പറയുന്ന പ്രകൃതിയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ പറയുന്ന നമ്മൾ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വികസന വളർച്ച മാതൃകയൊക്കെയാണ് ഈ സസ്റ്റൈനബിൾ എന്നുള്ള സുസ്ഥിരം. കാരണം ഇത് വരാനുള്ള കാരണം നമുക്കറിയാം, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ സൂചികൾ എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് വരുന്നുണ്ട് 2015. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് കൊണ്ടുവരുന്നത്, നമ്മുടെ 12ാം പഞ്ചവത്സര പദ്ധതിയിൽ സുസ്ഥിരം എന്നുള്ള വാക്കിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പൊ ഇതിൽ അറിഞ്ഞിരിക്കുക, ഇതിൽ 3 ടേം ഉപയോഗിക്കുന്നുണ്ട് 12ാമത്തില്. ഇൻക്ലൂസീവ്, ഫാസ്റ്റ്, അതായത് നമ്മൾ പറയുന്നത് സമഗ്ര ദ്രുതഗതിയിലുള്ള സുസ്ഥിരമായ വളർച്ച ലക്ഷ്യം വെക്കുന്ന പദ്ധതി എന്നുള്ളതിലാണ് എന്ത് വന്നിട്ടുള്ളത്, 12ാം പദ്ധതി. നമുക്കറിയാം ഇത് അവസാനത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യം ഇങ്ങനെ അപ്രോച്ച് ചെയ്യാം നമ്മൾ ഇതിനെ കൃത്യമായിട്ട്. ഇനി ഞാനിവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ കാര്യമാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ടത് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമ്മൾ പഞ്ചവത്സര പദ്ധതിയായിട്ട് കുറച്ച് പ്രധാനപ്പെട്ട ഓരോ പഞ്ചവത്സര പദ്ധതിയുടെ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ 12ഉം 11ഉം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലായി. ഇങ്ങനെ ഓരോ പഞ്ചവത്സര പദ്ധതിക്ക് അതിൻ്റെതായ പ്രത്യേകത. അതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 1ാം പഞ്ചവത്സരയുടെ കാര്യത്തിൽ തെറ്റായ പ്രസ്താവന. അതായത് നിങ്ങൾ ഈ ചോദ്യങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ചോദ്യത്തിൽ തെറ്റായ പ്രസ്താവന നമ്മൾ വായിച്ചിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ഈ ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മളെ മൈൻഡ് സെറ്റ് മാറിയിട്ട് നമ്മൾ അത് ശരിയായ പ്രസ്താവനയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, പല ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചോദ്യം തെറ്റ്, അപ്പൊ തെറ്റായ പ്രസ്താവന കണ്ടാൽ തന്നെ അതൊന്ന് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക, തെറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ ശരിയുണ്ട്, അപ്പൊ ശരിയുടെ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ അത് മാർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. നിങ്ങൾ നോക്കാം, ഇവിടെ 1ാം ഓപ്ഷൻ നോക്കാം. 1950 1ാം പദ്ധതി ആരംഭിച്ചു. 1ാം പദ്ധതി എന്ന് പറഞ്ഞാൽ 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു 50ലാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഈ സ്റ്റേറ്റ്മെന്റ് പൂർണ്ണമായിട്ടും തെറ്റാണ്. 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 50ലല്ല, അത് 1951ലാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പ്ലാനിംഗ് കമ്മീഷനും
പഞ്ചവത്സര പദ്ധതി ഒരുമിച്ച് പഠിക്കുമ്പോൾ വരുന്ന പ്രശ്നമാണ്. നമുക്കറിയാം ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്ന പ്ലാനിംഗ് കമ്മീഷൻ വന്നത് 1950-ലാണ്. പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് 51-ലാണ്. അവിടെയാണ് വ്യത്യാസം. അപ്പൊ ചില ആളുകളുടെ മൈൻഡ് ഇങ്ങനെ പോയിട്ട് എവിടേക്ക് പോകും? ആസൂത്രണ കമ്മീഷൻ, പ്ലാനിംഗ് കമ്മീഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ശരിയാണെന്ന് വിചാരിക്കും. പക്ഷെ ഇവിടെ ഇത് തെറ്റാണ്, 51-ആണ്. അപ്പൊ ഇത് തെറ്റാണല്ലോ, ഞാനിത് ശരിയിടാനുള്ള കാരണം ഇത് നമ്മുടെ ഉത്തരത്തിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. തെറ്റാണ്, പക്ഷെ നമുക്ക് ഇവിടെ ഉത്തരത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഒന്നാം പദ്ധതിയുടെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ, അല്ലെ? ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെ, ഗുൽസാരിലാൽ നന്ദ തന്നെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ഉപാധ്യക്ഷൻ. നമ്മൾ എല്ലാ പഞ്ചവത്സര പദ്ധതിയുടെ ഉപാധ്യക്ഷനെ കുറിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒന്ന് പഠിക്കുക. അതേപോലെ നമ്മൾ ലാസ്റ്റ് 12 പഞ്ചവത്സര പദ്ധതിയിൽ അവസാനത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ഉപാധ്യക്ഷന്റെ പേര് കൂടി പഠിക്കുക. അത് മൊണ്ടേക് സിംഗ് അലുവാലിയാണ്. എന്താണ്? മൊണ്ടേക് സിംഗ് അലുവാലിയ. മൊണ്ടേക് സിംഗ് അലുവാലിയ. ഓക്കെ, ഇദ്ദേഹം നീതി ആയോഗിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അപ്പൊ മൊണ്ടേക് സിംഗ് അലുവാലിയാണ് അവസാനത്തത്. ആദ്യത്തേത് ഗുൽസാരിലാൽ നന്ദയാണ്. ഇതൊരു ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്, പക്ഷെ നമുക്ക് ആവശ്യമില്ല, അവിടെ നിൽക്കട്ടെ. അപ്പൊ 2 നമുക്ക് വേണ്ട. ലക്ഷ്യം കാർഷിക പുരോഗതി. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാര്യത്തിൽ ലക്ഷ്യം കാർഷിക പുരോഗതിയല്ലേ? ശരിയാണ്, അതെ, കാർഷിക പുരോഗതിയാണ്. അതും നമുക്ക് തൽക്കാലം ശരിയായ സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല. 4-മത്തെ നോക്കിയേ, സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ ഇന്ത്യയിൽ ഉരുക്ക് നിർമ്മാണശാലകൾ ആരംഭിച്ചു. നിങ്ങൾക്കറിയാം, സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ ഉരുക്ക് നിർമ്മാണശാലകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്, അല്ലെ? ഭിലായ്, ബൊക്കാറോ, ഇങ്ങനെ 2 പ്രധാനപ്പെട്ട ഉരുക്ക് നിർമ്മാണശാലകൾ ആരംഭിച്ചുള്ളത്. അപ്പൊ ഇതൊന്നും ഒന്നാം പഞ്ചവത്സര സമയത്തല്ല, ഇത് 2ഉം 3ഉം സമയത്താണ് നമ്മൾ ഭിലായ്, ബൊക്കാറോ പോലത്തെ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഉരുക്ക് നിർമ്മാണശാലകൾ ആരംഭിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഉത്തരം എന്താണ്? ഈ ഉത്തരം തെറ്റാണ്. അപ്പൊ നമുക്ക് തെറ്റായ ഉത്തരം ഞാൻ ടിക്കറ്റ് വെക്കാനുള്ള കാരണം ഇതാണ് നമ്മുടെ ഓപ്ഷനിലേക്ക് വരുന്നത്. 1, 4 എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ നോക്കാം. അതെ, 1, 4 എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഉത്തരം സി ആണ്. ഇതിന്റെ ഉത്തരം സി ആണ്. 2022 വന്ന ചോദ്യമാണെന്ന് അറിഞ്ഞിരിക്കുക. ഇതിന്റെ ഉത്തരം സി ആണ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇവിടെ പറഞ്ഞു ഒന്നാം പദ്ധതിയുടെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ എന്ന് പറയുന്നു. ഞാൻ പറയുന്നു, നിങ്ങൾക്ക് സ്ഥിരമായി മുൻപ് ചോദിക്കുന്ന ചോദ്യമാണ്, ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത്, അതിന്റെ പ്രിഫേസ് തയ്യാറാക്കിയത് നമുക്കറിയാം, അതാരാണ്? മലയാളിയായ KN രാജാണ്. KN രാജാണ്. അപ്പം ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? KM രാജാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്കറിയാം. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഹാരോ ഡോമർ മോഡൽ എന്ന് അറിയപ്പെടുന്നുണ്ട്. ഹാരോഡ് ഡോമർ മോഡൽ എന്ന് അറിയപ്പെടുന്നുണ്ട്. നമുക്ക് അതിനെ കുറിച്ച് പറയാം. അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സ് കൃത്യമായിട്ട് അതിലേക്ക് ഊന്നൽ കൊടുത്ത് തന്നെ വേണം എന്താക്കാൻ, നിങ്ങൾ ആൻസറിനെ അപ്രോച്ച് ചെയ്യാൻ എന്നുള്ളത് അറിഞ്ഞിരിക്കാം. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇന്ത്യയുടെ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം. ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം. നേരത്തെ തന്ന ചോദ്യത്തിന്റെ ഒരു എന്താ പറയാ, അവിടെ നമുക്ക് തെറ്റിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ആ തെറ്റിന്റെ കറക്റ്റ് ഉത്തരം ഇവിടെ കണ്ടെത്താൻ പറഞ്ഞു. ഒന്നാമത്തെ ആരംഭിച്ച വർഷം നിങ്ങൾക്ക് അറിയാം, അത് വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി ആണ്, 51-ആണ്. 51-ആണ്. അപ്പൊ നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കുക, നമുക്ക് ഇതുവരെ നമുക്ക് 12 പഞ്ചവത്സര പദ്ധതികളുള്ളത്. അപ്പൊ ഈ 12 ഇപ്പൊ നിങ്ങൾ 8-ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം പെട്ടെന്ന് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അത് ആലോചിച്ചെടുക്കാൻ. 8-ാമത്തെ എപ്പോഴാണ്? 90 ആണോ, 92 ആണോ, 80 ആണോ ഒക്കെ ഡൗട്ട് വരും. അപ്പൊ ഈ ഒരു കൃത്യമായൊരു ഓർഡർ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ചിലത് നമുക്ക് വളരെ പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ കറക്റ്റ് ഇങ്ങനെ എണ്ണി വരേണ്ട ആവശ്യമില്ല, ചിലത് വളരെ പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കുക, 51-ൽ ആരംഭിച്ച പദ്ധതി അവസാനിക്കുന്നത് നമുക്കറിയാം, അവസാനം 2012-ലാണ് അവസാനത്തെ പദ്ധതി വന്നിട്ടുള്ളത്. അപ്പൊ ഈ 2012-17 അവസാനത്തുള്ളത്. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഒന്നാമത്തെ വർഷം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഈ 51-ആണ്. അപ്പൊ ഞാൻ ബാക്കിയുള്ളത് കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കാം, ഇവിടെ കാണാൻ പറ്റും. ഇത് ഞാൻ 1 മുതൽ 12 വരെ നിങ്ങൾക്ക് കൊടുത്തിട്ട് കാണാൻ പറ്റും. ഇത് പഞ്ചവത്സര പദ്ധതികളുടെ ഓരോ 1, 2, 3 കൊടുത്ത അതാണ്. അതിന്റെ കാലഘട്ടം കാണാൻ പറ്റും. ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി നമുക്കറിയാം 51, 56. അത് പഞ്ചവത്സരം തന്നെയാണല്ലോ, അല്ലെ? കറക്റ്റ് 5 വർഷം. അതിന്റെ തുടർച്ച തന്നെയാണ് രണ്ടാമത്തത് 56, 61. വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി മൂന്നാമത്തേലേക്ക് വരുന്ന സമയത്ത് അതും കറക്റ്റ് ഓർഡർ തന്നെയാണ്. അപ്പൊ ആദ്യത്തെ 3 പഞ്ചവത്സര പദ്ധതികൾ നിങ്ങൾക്ക് 51-ലാണ് ഒന്നാമത്തത് ആരംഭിച്ചെന്നുള്ള ഓർമ്മ ഉണ്ടെങ്കിൽ മൂന്നാമത്തേക്ക് കിട്ടും. 51, 56 ഒന്നാമത്തത്, 56, 61 രണ്ടാമത്തത്, 61, 66 മൂന്നാമത്തത്. ക്ലിയർ ആണല്ലോ? അവിടെ അതൊരു ഓർഡർ സെറ്റ് ചെയ്ത് വെക്കാം. ഈ മൂന്നാമത്തെ പഞ്ചവത്സര സമയത്താണ് നമ്മൾ ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട യുദ്ധങ്ങളൊക്കെ, പ്രധാനപ്പെട്ട ഇൻഡോ ചൈന യുദ്ധം, ഇൻഡോ ചൈന വാർ, അതേപോലെ ഇന്ത്യ പാകിസ്ഥാൻ വാർ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും മറ്റുള്ള
ക്ഷാമം പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിന്റെ ഭാഗമായിട്ട് നമുക്ക് 4ാമത്തെ പഞ്ചവത്സര പദ്ധതി അതിന്റെ തുടർച്ചയായി നടത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ അവിടെ നമുക്കൊരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവിടെ ഒരു ചെറിയൊരു സ്റ്റോപ്പ് വരാണ്. ആ ഒരു സ്റ്റോപ്പ് ഏകദേശം 3 വർഷക്കാലം നീണ്ടുന്നു. അതിന്റെ സമയം നോക്കുക 66, 69. ചിലപ്പോൾ ഇത് മാത്രം ചിലപ്പോൾ നല്ല ചോദിച്ചിട്ടുണ്ട്. 66, 69 കാലഘട്ടത്തിൽ നമ്മൾ വിളിച്ച പേര് നിങ്ങൾ നോക്കാം, പ്ലാൻ ഹോളിഡേ എന്നാണ് വിളിച്ചുള്ളത്. എന്താണ് പ്ലാൻ ഹോളിഡേ? പ്ലാൻ ഹോളിഡേന്റെ കാലഘട്ടം എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ ഓപ്ഷനിൽ 61, 66 തരാൻ പറ്റും, 66, 69 തരാൻ മതിയാവും. അപ്പൊ ഇങ്ങനെ ഇത് 3 വർഷം നിർണ്ണയിക്കുക. ഇത് 3 വർഷമല്ലേ? 66, 69 എന്ന് പറയുന്നത് 3 വർഷമാണ്. 66, 67 ഒരു വർഷം, 67, 68 രണ്ടാമത്തെ വർഷം, 68, 69 മൂന്നാമത്തെ വർഷം. നമ്മൾ പഞ്ചവത്സര പദ്ധതികളൊക്കെ നമ്മൾ പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ ആയിട്ടാണ്, നമ്മളെ ഈ പറയുന്ന സാമ്പത്തിക വർഷമായിട്ടാണ് പറയുന്നത്. അപ്പം എപ്പോഴും ഒരു വർഷം കഴിയുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അക്കാദമിക് ഇയർ ഒക്കെ പറയുന്ന പോലെ അല്ലെ, ജൂൺ മുതൽ അടുത്ത മാർച്ച് വരെ എന്നൊക്കെ പറയുന്ന പോലെയാണ് നമ്മളിവിടെ പറയുന്നത്, ഏപ്രിൽ മുതൽ മാർച്ച് വരെയുള്ള രീതിയിൽ. അപ്പൊ ഇതാണ് ഇത് ഫസ്റ്റ് വന്ന ഗ്യാപ്പ്. പിന്നെ 4, 5 നിങ്ങൾ നോക്കുക, ഈ 69 അവസാനിച്ചത് തുടങ്ങേണ്ടത് 69 അതെ, 69 ആരംഭിച്ചിട്ട് 74 എന്താവാണ് ഈ 4ാമത്തെ പഞ്ചവത്സരം. അപ്പൊ 4ാമത്തത് 66 69 69. 5ാമത്തെ നോക്കിയേ 74, 78. 1974, 78 ആണ് 5ാമത്തെ. അവിടെയും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ 5ാമത്തെ പഞ്ചവത്സര സമയത്ത് യുദ്ധങ്ങളെക്കാൾ പ്രധാനമായിട്ടും ആ സമയത്ത് ഉണ്ടായിരുന്ന ഈ രാഷ്ട്രീയ തലങ്ങളിൽ വന്ന കുറച്ച് പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് നമ്മളെ ഈ പറയുന്ന അടിയന്തരാവസ്ഥ പോലത്തെ കാരണങ്ങൾ കാരണം അവിടെ എന്ത് സംഭവിക്കുകയാണ്, ആ പഞ്ചവത്സര പദ്ധതി 5 വർഷം പൂർത്തീകരിക്കാതെ തന്നെ അവസാനിക്കുക. നിങ്ങൾ നോക്കുക, 1974, 79 ശരിക്കും വരേണ്ടത്? ശരിക്കും 79 വരേണ്ടത്? 79 തുടക്കത്തിൽ 79 ആയിരുന്നു. പക്ഷെ അത് 4 വർഷം കൊണ്ട് അവസാനിപ്പിക്കേണ്ടി വന്നു. ആ ഭരണം ഇല്ലാതാവുകയും പുതിയൊരു ഭരണ സംവിധാനം വരികയും അതിന്റെ ഭാഗമായിട്ട് അവിടെ ആ വന്ന ഭരണം, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൊറാർജി ദേശായിയുടെ കീഴിലാണ് എന്ത് വന്നിട്ടുള്ളത്, പുതിയൊരു ജനതാ പാർട്ടി വരുന്നതും അവർ പുതിയൊരു പഞ്ചവത്സരം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. 78 ഇതിൽ നോക്കുമ്പോൾ ഈ 78 അതുപോലെ 83 എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തതിനു ശേഷം അതും നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ല, അവരെ ഭരണം പോവാണ്. അങ്ങനെ ആ ഒരു ഗ്യാപ്പ് 78, 80 ഈ ഒരു പ്ലാനിനെ വിളിച്ച പേര് റോളിംഗ് പ്ലാൻ എന്നാണ്. എന്താണ് റോളിംഗ് പ്ലാൻ? അപ്പൊ ആദ്യത്തെ ഗ്യാപ്പിനെ വിളിച്ച പേര് എന്തായിരുന്നു? ആദ്യത്തെ ഗ്യാപ്പിനെ ഹോളിഡേ എന്ന് വിളിച്ച പ്ലാൻ ഹോളിഡേ എന്ന് വിളിച്ചുള്ളത്. ഇവിടെ പറയുന്നത് എന്താണ്? റോളിംഗ് പ്ലാൻ ആണ്. റോളിംഗ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഓരോ വർഷത്തേക്ക് ചെറിയ ചെറിയ പദ്ധതികളൊക്കെ കൊണ്ടുവന്ന് നടപ്പിലാക്കുന്ന രീതിയാണ്. പഞ്ചവത്സര പദ്ധതി ഇല്ല, പക്ഷെ നമ്മൾ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതിന്റെ ഒരു ഐഡിയ കൊണ്ടുവന്ന ഒരാളെ ചോദിക്കാറുണ്ട്. അത് 10th ലെവലിലോ പ്ലസ് ലെവലിലോ ചില ഡിഗ്രി ലെവലിലൊക്കെ വന്ന ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇങ്ങനെ റോളിംഗ് പ്ലാനുള്ള ആശയത്തിന്റെ അതാവാരെന്ന് ചോദിക്കാറുണ്ട്. അത് ഗുണാർ മിർഡാൽ എന്ന് പറയുന്ന ആളാണ്. എന്താണ് ഗുണാർ മിർഡാൽ എന്ന് പറയുന്ന ആളാണ്? ഒരു എക്കണോമിസ്റ്റ് ആണ്. ഗുണാർ മിർഡാൽ ആണ് ഈ റോളിംഗ് പ്ലാൻ എന്നുള്ള ആശയം മുന്നോട്ട് വെച്ച ആള്. ഗുണാർ മിർഡാൽ ആണ്. പോട്ടെ, ഇനി നിങ്ങൾ നോക്കാം, ഇപ്പൊ 80 നമ്മൾ എന്ത് കഴിയുന്നത്? ഈ റോളിംഗ് പ്ലാൻ കഴിയുന്നത്. അത് കഴിഞ്ഞ് 6ാമത്തെ പഞ്ചവത്സര പദ്ധതി 80, 85 നല്ല കുഴപ്പമില്ല, നല്ല രസത്തിലും സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. 85, 1990 കാലഘട്ടം. ഈ സമയത്ത് ഈ 90 കഴിഞ്ഞ സമയത്ത് നമുക്ക് തുടർച്ച വരുവാണെങ്കിൽ നല്ല രസമായിരുന്നു. 1990, 95, 2000, 2005 നമ്മൾ ഈ 5ന്റെ ഗുണനപ്പട്ടിക പഠിക്കുന്ന പോലെ പോയാൽ മതിയായിരുന്നു. പക്ഷെ അവിടെ എന്ത് സംഭവിക്കുകയാണ്? ചെറിയൊരു പ്രശ്നം സംഭവിക്കുകയാണ്. ആ പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് നമുക്കുള്ളത് വാർഷിക പദ്ധതികൾ, അല്ലെങ്കിൽ നമ്മൾ അതിന് ഇംഗ്ലീഷിൽ ചിലപ്പോൾ ഇംഗ്ലീഷിൽ ചോദിച്ചേക്കാം ആനുവൽ പ്ലാൻസ്. വാർഷിക പദ്ധതികൾ ആനുവൽ പ്ലാൻസ് ആണ് നടപ്പിലാക്കി. ഇതിന് കാരണം നമ്മൾ ഇന്ത്യ നേരിടുന്ന സമയത്ത് സാമ്പത്തിക പ്രതിസന്ധിയും മറ്റുള്ള ബാലൻസ് ഓഫ് പേയ്മെന്റ് ബുദ്ധിമുട്ടുകളും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് അതിന് പിന്നിൽ. അപ്പൊ ഇങ്ങനത്തെ പ്രശ്നം യുദ്ധമൊന്നുമല്ല, അതല്ലാത്ത മറ്റു പല പ്രതിസന്ധികളൊക്കെ കാരണമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവിടെ നമുക്കൊരു പഞ്ചവത്സര പദ്ധതി ആരംഭിക്കാൻ പറ്റാഞ്ഞത്. അങ്ങനെയാണ് ഈ പറയുന്ന 90, 92 കാലഘട്ടത്തിൽ വാർഷിക. അപ്പൊ നിങ്ങൾ നോക്കാം, ഈ 3 ഗ്യാപ്പുകളാണ് നമ്മൾ മൊത്തം 12 പദ്ധതികൾ വന്നിട്ടുള്ളത് അല്ലെ. ബാക്കിയോട് നോക്കാം, എന്നിട്ട് ഞാൻ അതിന്റെ ബാക്കി കാര്യങ്ങൾ പറയാം. ദെൻ 8ാമത്തെ നോക്കാം, കറക്റ്റ് ആണ്. പിന്നെ നമുക്ക് ഗ്യാപ്പുകളില്ല, അപ്പൊ നിങ്ങൾക്ക് ആ ഫ്ലോയിൽ പോവാം. 8 അപ്പൊ നിങ്ങൾ ഓരോ ഗ്യാപ്പിന്റെ ശേഷമുള്ള പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. 8ാമത്തെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ 8ാം പഞ്ചവത്സര കാലഘട്ടം, അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടാൻ പറ്റി. തൊട്ട് മുന്നേ ഉണ്ടായിരുന്നു നമുക്ക് ആനുവൽ പ്ലാൻ, വാർഷിക പദ്ധതികളായിരുന്നു. അത് 92 വരെ ആയിരുന്നു. അപ്പൊ 92, 93, 7, 8 പിന്നൊക്കെ ഫ്ലോ, ആ കറക്റ്റ് ഫ്ലോ ആണ്. 1997, 2002 ഏതാണ്? 9ാമത്തെ. 2002, 2007 10ാമത്തെ. 2007, 2012 11ാമത്തെ. 2012, 2017 ഇതാണ് നമ്മളെ 12ാമത്തെ പഞ്ചവത്സര പദ്ധതി.
12ാമത്തെ പഞ്ചവത്സര പദ്ധതി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിനൊരു ഓർഡറിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്ന ഒരു ചെറിയ ടെക്നിക്കാണ് ഇത്. വലിയ ഇങ്ങനെ ഈസി ആയിട്ട് കിട്ടുന്നുള്ളതല്ല, ഒരു കൃത്യമായിട്ട് നിങ്ങൾ എണ്ണി വരികയാണെങ്കിൽ കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ 3 പഞ്ചവത്സര പദ്ധതി കഴിയുമ്പോൾ 3 വർഷത്തെ ഗ്യാപ്പ്, ആ ഗ്യാപ്പിനെ വിളിച്ച പേരാണ് നമ്മൾ ഈ പറയുന്ന പ്ലാൻ ഹോളിഡേ എന്ന് പറയുന്നത്. പിന്നത്തെ 2 പഞ്ചവത്സര പദ്ധതി കഴിയുമ്പോൾ 2 വർഷത്തെ ഗ്യാപ്പ് അല്ലെ, അതാണ് റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. ഇനിയും 2 വർഷം കഴിയുമ്പോൾ 2 വർഷം ഗ്യാപ്പ്. അപ്പൊ നിങ്ങൾ ഈ ഒരു വർഷം ആദ്യത്തെ 3 പഞ്ചവത്സര പദ്ധതി കഴിയുമ്പോൾ 3 വർഷ ഗ്യാപ്പ് അല്ലെ, പിന്നത്തെ 2 പഞ്ചവത്സരത്തിൽ കഴിയുമ്പോൾ 2 വർഷ ഗ്യാപ്പ്. ഇനി ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചല്ലേ, സംഭവിച്ചു പോയതാണ്. ഓക്കെ, പിന്നത്തെ 2 കഴിയുമ്പോൾ വീണ്ടും 2 വർഷം ഗ്യാപ്പ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തില്ല, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല, സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പഠിച്ചു വെക്കുകയാണെങ്കിൽ ഈ ഒരു എണ്ണി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഈ 1, 12 നമുക്ക് കിട്ടും. പെട്ടെന്ന് 6ാമത്തെ ചോദിക്കുന്നവർക്ക് അത് 6 എന്ന് പറയുമ്പോൾ അത് 80, 85 എന്ന് കിട്ടണം. അപ്പൊ ആ തരത്തിലേക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഓർഡർ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടേതായ എന്തെങ്കിലും കാര്യങ്ങൾ വെച്ച് പഠിക്കാം. അപ്പൊ ഇതൊരു ചെറിയൊരു ട്രിക്ക് രീതിയിൽ ഞാൻ പറഞ്ഞത്. അപ്പൊ 3 കഴിഞ്ഞാൽ 3 വർഷം ഗ്യാപ്പ്, പിന്നെ 2 കഴിഞ്ഞാൽ 2 വർഷം ഗ്യാപ്പ്, വീണ്ടും 2 കഴിഞ്ഞാൽ 2 വർഷം ഗ്യാപ്പ്, പിന്നെ സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ 3 എന്ന് പറഞ്ഞാൽ 1, 2, 3 പഞ്ചവത്സര പദ്ധതി. പിന്നത്തെ 4, 5 വരുന്നത് ഇവിടെയാണ്. അപ്പം 69, 74. 6ാമത്താണ് തുടങ്ങുന്ന ഒരു നല്ല രസമുള്ള അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഇയർ ആയിട്ടാണ് 80, 85, അതുപോലെ 85, 90 കാലഘട്ടം എന്നൊക്കെ രീതിയിൽ പഠിക്കാം. അപ്പൊ ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. നിങ്ങൾ ഈ പഞ്ചവത്സര പദ്ധതി പഠിക്കും. മറ്റൊരു കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മളെ പ്ലാനിംഗ് കമ്മീഷനും നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ചോദ്യങ്ങൾ മനസ്സിലാക്കുക. പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ. പ്ലാനിംഗ് കമ്മീഷൻ ചോദ്യം വരും കേട്ടോ. അതിന് മുന്നേ പറയാണ്, പ്ലാനിംഗ് കമ്മീഷൻ വന്നത് മാർച്ച് 15, 1950 മാർച്ച് 15. അപ്പൊ ഞാൻ പൊതുവെ പറയുന്ന ഒരു കുട്ടികളോട് പറയുന്ന ഒരു കോഡ് ഉണ്ട്, 50-50 എന്ന് പഠിച്ചു വെച്ചാൽ മതി. 50-50 അല്ലെ, 50-50 15-50 ആണ് ആക്ച്വലി. പക്ഷെ നമ്മളൊരു 50-50 നമ്മൾ ആ ഒരു ബിസ്ക്കറ്റിന്റെ പേരൊക്കെ പഠിക്കുന്ന പോലെ 15-50 ആണ് 15-50 അല്ലെ. അപ്പൊ 15 മാർച്ച് 1950 പ്ലാനിംഗ് കമ്മീഷൻ വന്നത്. ഇനി പ്ലാനിംഗ് കമ്മീഷൻ പോയിന്റ് പിന്നിൽ 2 ഡേറ്റുകളൊക്കെ പറയുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, ശരിക്കും പറയുന്നത് ഇത് കറക്റ്റ് സ്ക്രാപ്പ് ചെയ്തത് 17 ആഗസ്റ്റ് ആണ്. ഓഗസ്റ്റ് 2014 ഓക്കെ. ഇപ്പൊ 2014 17 ഓഗസ്റ്റിലാണ്. പക്ഷെ ഇതിന്റെ അനൗൺസ്മെന്റ് നമ്മുടെ നരേന്ദ്രമോദി നടത്തിയത് അതിന്റെ തൊട്ട് മുന്നത്തെ 2 ദിവസം, അതായത് നമ്മളെ ഓഗസ്റ്റ് 15 ഇങ്ങനെ. കാരണം നമുക്കറിയാം ഓഗസ്റ്റ് 15 പ്രധാനമന്ത്രി പോലത്തെ ആളുകളൊക്കെ ഇങ്ങനെ രാജ്യത്തെ അഭിസംബോധന ചെയ്യും. അപ്പൊ ഇങ്ങനെ അതിന്റെ ഭാഗമായിട്ട് അന്ന് ആ ഒരു ഇൻഡിപെൻഡൻസ് ഡേ, സ്വാതന്ത്ര്യ ദിനാഘോഷ സമയത്താണ് 2014 ഓഗസ്റ്റ് 15 പ്ലാനിംഗ് കമ്മീഷൻ ഒഴിവാക്കാൻ പോവാണ്, പുതിയൊരു സംവിധാനം വരാൻ പോവാന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഓഗസ്റ്റ് 17, 2014. അപ്പൊ നിങ്ങൾ 17 വേണമെങ്കിൽ കൃത്യമായിട്ട് ഡേറ്റ് ഓർത്തൊക്കെ. നമുക്കറിയാം അവസാനത്തെ ഒരു കോഡിനാട്ടത് പറയുന്നത് അവസാനത്തെ പഞ്ചവത്സര പദ്ധതി എപ്പോഴായിരുന്നു? 2012-17 ആണ്. 2012-17 അപ്പം 2017 വരാട്ടോ. അപ്പൊ ആ ഒരു 17 കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു 17 ഓഗസ്റ്റ്, ഇനി എപ്പോഴാണ് നമ്മുടെ പ്രധാനമന്ത്രി ഈ ഒരു പ്രഖ്യാപനം നടത്തുന്നു നോക്കുമ്പോൾ അത് ഓഗസ്റ്റ് 15 അപ്പൊ ഇതാണ് ഈ പ്ലാനിംഗ് കമ്മീഷൻ. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ വന്നിട്ടില്ല. നീതി ആയോഗിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നീതി ആയോഗ് വന്നിട്ടുള്ളത് കറക്റ്റ് ഡേറ്റ് ആണ് ജാനുവരി 1, 2015. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, 2014 പ്ലാനിംഗ് കമ്മീഷൻ പോയി തൊട്ടു പിറ്റേ ദിവസം ആരും വന്നിട്ടില്ല, നീതി ആയോഗ്. അത് ഫ്രഷ് തുടക്കുന്ന രീതിയിൽ തൊട്ടടുത്ത വർഷം, അതും ന്യൂ ഇയറിന്റെ അല്ലെങ്കിൽ 1-ാം തീയതി ജനുവരി. അപ്പൊ ജനുവരി 1 ആര് വന്നിട്ടുള്ളത്? നീതി ആയോഗ് വന്നിട്ടുള്ളത് 2015. ഓക്കെ. അപ്പം ഈ ഒരു ഐഡിയ കൃത്യമായിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഡേറ്റുകൾ നമ്മൾ ഈ പറയുന്ന CPO അല്ലെങ്കിൽ +2 ലെവൽ എക്സാമിനൊക്കെ നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ടാണ് നീതി ആയോഗ് വന്നത്. നീതി ആയോഗ് പോയിട്ടില്ല, ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നീതി ആയോഗ് വന്ന ഡേറ്റ് പഠിച്ചിരിക്കുക, പ്ലാനിംഗ് കമ്മീഷൻ വന്നതും അവസാനിച്ചതും പഠിച്ചിരിക്കുക. പിന്നെ ഈ പറയുന്ന പ്ലാനിംഗ് കമ്മീഷൻ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതിയുടെ കാര്യം, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു. ഈ ചോദ്യം നമ്മൾ പറഞ്ഞു ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. ഇനി നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ, ഇത് ചോദിച്ച 2024
ഇനി ഇതിപ്പം നമ്മൾ നീതി ആയോഗ് വന്നത് മുതൽ ഇന്ന് വരെ ചോദിച്ചാൽ ഇതിന്റെ ഉത്തരത്തിൽ വലിയ മാറ്റമൊന്നുമില്ല. കാരണം നമുക്കറിയാം നീതി ആയോഗ് ആണെങ്കിലും പ്ലാനിംഗ് കമ്മീഷൻ ആണെങ്കിലും അതിന്റെ ചെയർമാൻ അധ്യക്ഷ പദവി വഹിക്കുന്നത് ആരാണോ പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രി ആയിരിക്കും. ഇപ്പൊ നിങ്ങളോട് ചോദിക്കാൻ, ഒന്നാം പഞ്ചവത്സര പദ്ധതി സമയത്ത് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ജവഹർലാൽ നെഹ്റു എന്നുള്ളതിലേക്ക് നമുക്ക് വരാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു തരത്തിലാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു തരത്തിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്കറിയാം ഇതിന് ഉത്തരം ആരാണ്? നരേന്ദ്രമോദിയാണ്. ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷനിൽ കാണുന്നത് അരവിന്ദ് പനഗരി ഉണ്ട്, നിർമ്മല സീതാരാമൻ ഉണ്ട്, അമിതാഭ് കാന്ത് ഉണ്ട്. ഈ അരവിന്ദ് പനഗരി, അമിതാഭ് കാന്ത് ഒക്കെ നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളാണ്. പക്ഷെ ഇവരൊന്നും ചെയർമാൻ ആയിട്ടുള്ളതല്ല, വൈസ് ചെയർമാൻ പോലത്തെ പോസ്റ്റുകളൊക്കെ വഹിച്ച ആളുകളാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോഴത്തെ നീതി ആയോഗിന്റെ പദവികൾ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക ആരൊക്കെയാന്നുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറയുന്നത്, നീതി ആയോഗ് നമുക്ക് എടുക്കാം. നീതി ആയോഗ് എടുക്കാം. ഞാനിത് ചെയ്യുന്നത് നമുക്ക് ചെയർമാൻ ആണ്. ചെയർമാൻ, വൈസ് ചെയർമാൻ, ഞാൻ എല്ലാ പോസ്റ്റും ഇവിടെ പറയുന്നില്ല. ചെയർമാൻ, വൈസ് ചെയർമാൻ, അതുപോലെ ഒരു പോസ്റ്റാണ് CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ്. നമുക്ക് ഈ പറയുന്ന പ്ലാനിംഗ് കമ്മീഷനിൽ ഇല്ലാത്തൊരു പോസ്റ്റ് എന്തിലുണ്ട്? ഈ പറയുന്ന സെക്രട്ടറി എന്ന പോസ്റ്റ് ഉണ്ടായത് പ്ലാനിംഗ് കമ്മീഷനിൽ. ഇവിടെ ഒരു പോസ്റ്റാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം ഈ പറയുന്നതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇതിൽ ഇപ്പോഴത്തതും ഇപ്പോഴത്തെ നമുക്ക് എഴുതാം. അതായത് തുടക്കത്തിൽ 2015 കാലഘട്ടത്തിൽ ആ സമയത്ത് ആരായിരുന്നുള്ളത് നമ്മൾ ഇന്ന്. ആ സമയത്ത് നമ്മളെ എന്താ പറയാ, ചെയർമാൻ ഇപ്പോഴും ചെയർമാനിൽ മാറ്റമില്ല. കാരണം പ്രധാനമന്ത്രി നമുക്ക് മാറിയിട്ടില്ല, നരേന്ദ്രമോദി തന്നെയാണ്. വൈസ് ചെയർമാൻ ആണ് നമ്മൾ നേരത്തെ കണ്ട ഓപ്ഷനിൽ ആര്? അരവിന്ദ് പനഗരിയ. ഇതാണ് വൈസ് ചെയർമാൻ. CEO, ആദ്യത്തെ CEO എന്ന് പറയുന്നത് അത് സിന്ധു ശ്രീ കുള്ളർ ആണ്. ഓക്കെ, ഇതാണ് നമ്മൾ തുടക്കത്തിൽ നീതി ആയോഗ് തുടങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഇപ്പോഴത്തെ. ഇപ്പോൾ നമുക്കറിയാം ഇത് ആര് തന്നെയാണ്? ഇത് നരേന്ദ്രമോദി തന്നെയാണ്. ഇതിൽ മാറ്റം വന്നിട്ടില്ല. എന്നാൽ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ, ഇത് നിങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടാവും, എന്നാൽ അറിഞ്ഞിരിക്കുക, ഇതിൽ മാറ്റം വന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. സുമൻ ബറി ആണ് ഇപ്പോഴത്തെ നിലവിലെ വൈസ് ചെയർമാൻ എന്ന് പറയുന്ന ആള്. CEO എന്ന് പറയുന്നത് BVR സുബ്രഹ്മണ്യം. അപ്പൊ ഇതാണ് അറിഞ്ഞിരിക്കേണ്ടത് നിലവിലെ സ്ഥാനങ്ങൾ. ഇത് മൂന്ന്. ഇതിന്റെ പിന്നാലെ നമ്മൾ നീതി ആയോഗിന്റെ ഘടനയൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറെ സംവിധാനങ്ങൾ, അതിലേക്കൊന്നും ഞാൻ പോകാൻ പറയുന്നില്ല. നിങ്ങൾ ചോദ്യം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളത്. അപ്പൊ ഈ തരത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുക. നീതി ആയോഗ് വന്ന വർഷം നമുക്കറിയാം, ഡേറ്റ് അറിയാം. അപ്പൊ ആദ്യത്തേത് അരവിന്ദ് പനഗരിയ. അപ്പൊ ആദ്യത്തതിന്റെ നീതി ആയോഗ് ഉണ്ട് അരവിന്ദ് പനഗരിയ. ആദ്യത്തെ സിഇഒയില് C ഉണ്ട്, അത് സിന്ധു ശ്രീ കുള്ളർ. അപ്പൊ ആ രണ്ട് C കണക്ട് ചെയ്താൽ സെറ്റായി. സിന്ധു ശ്രീ കുള്ളർ എന്നുള്ള അറിഞ്ഞിരിക്കുക. ഇനി ഇപ്പോഴത്തെ നമ്മൾ പറയുമ്പോൾ BVR. അപ്പൊ നിങ്ങൾക്ക് ഒരു സിഇഒന്റെ ഒരു കോഡ് കിട്ടിയില്ലേ? CEO എന്ന് പറയുമ്പോൾ ഒരു 3 ഇനീഷ്യലുള്ള പോലെ ഇവിടെ BVR എന്ന് പറയുന്ന 3 ഇനീഷ്യൽ വ്യക്തിയാണ് BVR. നിങ്ങൾക്ക് ഈ ഓപ്ഷനിൽ ചിലപ്പോൾ CEO ചോദിക്കുമ്പോൾ അതിൽ സുമൻ ബറി ഉണ്ടാവും, BVR സുബ്രഹ്മണ്യം ഉണ്ടാവും, ചിലപ്പോൾ ഈ 4 പേരായിരിക്കും ഉണ്ടാവാം നിലവിലെ. അപ്പൊ നിങ്ങൾ അത് പെട്ടെന്ന് ഡൗട്ട് ആവും, ഇവരൊക്കെ നീതി ആയോഗിൽ ബന്ധപ്പെട്ടാണോ ഡൗട്ട് വരും. അപ്പൊ അതിനാണ് ഞാൻ പറയുന്നത്, ഇപ്പോഴത്തെ കൂടെ BVR, CEO, BVR ഇങ്ങനെ പഠിച്ചു വെക്കാം. ഓക്കെ, സുബ്രഹ്മണ്യം, സുമൻ ബറി നമ്മുടെ വൈസ് ചെയർമാൻ ആണ്. അത് പ്രത്യേകിച്ച് കോഡൊന്നുമില്ല, അതല്ലാതെ പഠിച്ചു വെച്ചോളൂ. അപ്പൊ ഇതാണ് നമ്മൾ പറയുന്ന ഇപ്പോൾ നിലവിലെ ആളുകളും അതേപോലെ തുടക്കത്തിലെ അല്ലെങ്കിൽ ആരംഭ സമയത്തെ ആളുകളും. ഇപ്പൊ നീതി ആയോഗിന്റെ 2015 സമയത്ത് ആരായിരുന്നു, ഇപ്പോഴാരായിരുന്നു എന്നുള്ള തരത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി അടുത്തത് നീതി ആയോഗിന്റെ ആസ്ഥാനമാണ് പഠിക്കുന്നത്. നീതി ആയോഗിന്റെ ആസ്ഥാനമാണ് നമ്മൾ പഠിക്കുന്നത്. നീതി ആയോഗിന്റെ ആസ്ഥാനം നമ്മൾ പറയുന്നത് എല്ലാവർക്കും അറിയാം. നമുക്ക് പ്ലാനിംഗ് കമ്മീഷന്റെ ആസ്ഥാനം എവിടെയായിരുന്നു? ഇല്ലേ? യോജന ഭവൻ, ന്യൂഡൽഹി. അത് തന്നെയാണ് അവിടെ തന്നെയാണ് ആര്? ഈ പറഞ്ഞ നീതി ആയോഗിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇവിടെ ഓപ്ഷനിൽ നിങ്ങൾക്ക് കണ്ടുണ്ട്, മുംബൈ ഉണ്ട്, ആഗ്ര ഉണ്ട്, ലക്നൗ ഉണ്ട്. ഈസി ആയിട്ട് എത്താൻ പറ്റും. ചില ആൾക്കാർ മുംബൈയിലേക്ക് പോകും, കാരണം എക്കണോമിക്സ് അല്ലേ, മുംബൈയിൽ നിന്ന് കണക്ട് ഉണ്ടാവും. RBI അവിടെ അല്ലേ എന്നൊക്കെ തോട്ട് വരും. RBIയുടെ ആസ്ഥാനം ചോദിച്ചാൽ മുംബൈ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇവിടെ ചോദിച്ചുള്ള നമ്മൾ എന്താണ്? നീതി ആയോഗിന്റെ ആസ്ഥാനമാണ്, അത് ന്യൂഡൽഹിയാണ്. ഇത് 2023 ചോദിച്ച ചോദ്യമാണ്.
ഇനി നോക്കാം പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്. പുത്തൻ സാമ്പത്തിക നയം അതാണ് നമ്മൾ പറഞ്ഞ 1991 കാലഘട്ടത്തിൽ കൊണ്ടുവന്ന പുത്തൻ സാമ്പത്തിക ന്യൂ എക്കണോമിക് പോളിസി. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ് പറയുന്നത്. നമ്മൾ പൊതുവെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്, നിങ്ങൾക്കറിയാം ഈ പുത്തൻ സാമ്പത്തിക നയത്തെ വിളിക്കുന്ന മറ്റൊരു പേരാണ് LPG റിഫോംസ്. LPG ഭരണ പരിഷ്കാരങ്ങൾ. ഈ LPG എന്താണെന്ന് അറിഞ്ഞാൽ മതി, അതാണ് ഇവിടെ വന്നിട്ടുള്ളത് അല്ലെ. നിങ്ങൾ നോക്കുക, ഉദാരവൽക്കരണം ഇതാണ് ഞാൻ പറഞ്ഞ L, ലിബറലൈസേഷൻ. സ്വകാര്യവൽക്കരണം ഇതാണ് P, പ്രൈവറ്റൈസേഷൻ. ആഗോളവൽക്കരണം ഇതാണ് G, LPG. ഇവയെല്ലാം ഓക്കെ 2023 ഇതിന് ഉത്തരം എന്താണ്? D ആണ്. ഓക്കെ, ഇത് നാലും കറുപ്പിച്ച സുഹൃത്ത് എനിക്ക് ഉണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് കണ്ടപ്പോൾ ഉദാരവൽക്കരണം കറുപ്പിച്ചു, പിന്നെയും അടുത്ത് കറുപ്പിച്ചു, അങ്ങനെ നോക്കിയപ്പോൾ നാലും കറുപ്പിച്ചു. ഓക്കെ, നിങ്ങൾ അങ്ങനത്തെ സുഹൃത്തുക്കളാവരുത്. നോക്കാം, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം ഇവയെല്ലാം. നമ്മുടെ ഉത്തരം ഏതാണ്? ഇവയെല്ലാമാണ്. ഇത് മൂന്നും കൊണ്ടുവന്നാണ്. ഇനി ഇതില് ഈ പറയുന്ന പോലെ തെറ്റിച്ചിട്ട് വേറെ നീ വൽക്കരണം തരും, ആഗോള താവളം എന്നൊക്കെ തന്നേക്കാം. അപ്പൊ അതൊന്നും അതിൽ ഉൾപ്പെടുത്ത ആഗോളവൽക്കരണമാണ്, മാറിപ്പോരുത്. ഇവിടെ നമ്മൾ പറഞ്ഞത് ഇവയെല്ലാമാണ്. D ആണ് ഓപ്ഷൻ. 1991 കാലഘട്ടത്തിൽ കൊണ്ടുവന്നാണ്. ഇനി ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്നവർ ശരിയായത് ഏത്? അതായത് നമ്മളിപ്പം പറഞ്ഞ ഞാൻ ഒരു ഏരിയ എടുത്തിട്ട് ആ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പഞ്ചവത്സര പദ്ധതി, പ്ലാനിംഗ് കമ്മീഷൻ, നിതി ആയോഗ്. ഇവിടെ പറയുന്നത് ഇനി പുത്തൻ സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് വന്ന ചോദ്യം നോക്കാം. GDP നിരക്ക് വർദ്ധിച്ചു. നിങ്ങൾ നോക്കിയ 2024 ചോദ്യമാണ്. GDP നിരക്ക് വർദ്ധിച്ചു. ശരിയാണ്, നമ്മുടെ GDP വളരെ മോശമായിരുന്നു അതിന് മുന്നേ വരെ. ഈ പുത്തൻ സാമ്പത്തിക നയം വന്നപ്പോൾ GDP നിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. വിദേശ നാണയ ശേഖരം വർദ്ധിച്ചു. അതായത് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്ന് പറയും. നമുക്ക് ആ സമയത്ത് ഇന്ത്യ നേരിട്ട് പ്രധാനപ്പെട്ട വെല്ലുവിളിയായിരുന്നു. നമുക്ക് 2 ആഴ്ചത്തേക്കുള്ള ഫോറിൻ എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നുള്ളൂ, വിദേശ നാണയ ശേഖരം ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു പ്രതിസന്ധി സമയത്ത്. ഈ പറയുന്ന പുത്തൻ സാമ്പത്തിക നയം വന്നതോടുകൂടി നമ്മൾ എന്ത് വർദ്ധിച്ചു? ഈ വിദേശ നാണയ ശേഖരം വർദ്ധിച്ചു. ശരിയാണ്, ഇതിന്റെ ഉത്തരം ശരിയാണ്. കൃഷിയിൽ പുരോഗതി ഉണ്ടായി, വിദേശ മൂലധന നിക്ഷേപം വർദ്ധിച്ചു. കൃഷിയിൽ പുരോഗതി ഉണ്ടായി നോക്കുമ്പോൾ നിങ്ങൾ ഇതിന്റെ ലോങ് ടേം ഗോളൊക്കെ എടുത്ത് നോക്കുകയാണ്. ഇപ്പൊ 2025 വരെ നമ്മൾ അതിനെ അനലൈസ് ചെയ്യാണ്. കൃഷിയിൽ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു ഓപ്ഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങൾക്ക് വന്നതിൽ നമുക്ക് മൂന്ന് ഓപ്ഷൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ 3 വിദേശ മൂലധന നിക്ഷേപം വർദ്ധിച്ചു. അതായത് വിദേശ മൂലധന നിക്ഷേപം വർദ്ധിച്ചിട്ടുണ്ട്. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിച്ചിട്ടുണ്ട്. ഈ ഗ്ലോബലൈസേഷൻ എന്ന ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ഈ 3ഉം കറക്റ്റ് ആണ്. ഇത് കറക്റ്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ആയ ഓപ്ഷൻ നമുക്ക് ഇവിടെ ഇതിലൊന്നും ഒഴിവാക്കേണ്ടി വരും. അതുകൊണ്ട് കൃഷിയിൽ പുരോഗതിയുള്ള തൽക്കാലം നിങ്ങൾ എന്താക്കുക, ഇതിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തേണ്ട. ബാക്കിയാണ് ഇതിന്റെ പെട്ടെന്നുണ്ടായ ചേഞ്ചിലാണ്. ആ സമയത്തുണ്ടായ ഒരു പെട്ടെന്നുണ്ടായ മാറ്റം ഈ പറയുന്ന 3 കാര്യങ്ങളാണ്. അപ്പൊ കൃഷി എന്നുള്ള 3ാമത്തെ ഓപ്ഷൻ വിട്ടുക, അതുള്ളത് നമുക്ക് വേണ്ട. ആൻസർ 1, 2, 4 ഇതാണ് ഉത്തരം. 1, 2, 4. അപ്പൊ ഇതാണ് നമ്മുടെ ഓപ്ഷൻ. അപ്പൊ നിങ്ങൾക്ക് ഈ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ആ സമയത്തെ കാര്യങ്ങളെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇത് നടപ്പിലാക്കിയത് എപ്പോഴാണ്, നടപ്പിലാക്കാൻ കാരണം എന്താണ്, നടപ്പിലാക്കിയതിനു ശേഷം വന്ന സംഭവ വികാസങ്ങളിൽ മാറ്റങ്ങൾ എന്താണ്, ആ മാറ്റങ്ങളാണ് ഇവിടെ ചോദിച്ചിരുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി ഗ്രാമവികസനത്തിന് ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാനപ്പെട്ട നമുക്ക് ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞ ഒരു ഭാഗമുണ്ട്. അപ്പൊ അതിൽ നമുക്ക് RBI മാത്രമല്ല, RBI അല്ലാത്ത മറ്റ് സ്ഥാപനങ്ങൾ ചോദിച്ചേക്കാം. അപ്പൊ ഗ്രാമവികസനം നമ്മൾ പറയുന്ന ഈ റൂറൽ ഡെവലപ്മെന്റ് എന്നൊക്കെ നമുക്ക് പറയാം. കറക്റ്റ് വാക്കെടുക്കുകയാണെങ്കിൽ റൂറൽ ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI ആണ്, ഇത് നമ്മളെ ബാങ്ക് ഓഫ് ബറോഡയാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നബാർഡ് ആണ്. 2024 ചോദ്യമാണ്. ഏറ്റവും റീസെന്റ് ആയിട്ട് ചോദ്യങ്ങൾ എടുത്തിട്ടതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ. അപ്പോൾ ഈ പറയുന്നതിന്റെ ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന് ഉത്തരം ആരാണ്? നബാർഡ് ആണ് അല്ലെ. നബാർഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. നബാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നബാർഡിൽ എന്തുണ്ട്? ഗ്രാമവികസനം ഉണ്ട് അല്ലെ. നബാർഡിൽ ഗ്രാമവികസനം ഇല്ലേ? തീർച്ചയായും ഉണ്ട്. നബാർഡ് ഗ്രാമവികസനം ഇതാ കാണുന്നു. നോക്കിയേ, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. എന്താണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്? ആ റൂറൽ ഡെവലപ്മെന്റ് ആണ് ചോദിച്ചത്. ഗ്രാമവികസനം. ഞാൻ സ്ഥിരമായിട്ട് എന്റെ കുട്ടികളോട് പറയാറുണ്ട്, നബാർഡ് പഠിക്കുമ്പോൾ നബാർഡിനെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിരിക്കുക. ഒന്ന്, അതിലെ കാര്യം നബാർഡ് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് നബാർഡ് വന്നത്? ഞാൻ പറയുന്നു, ഞാൻ പോലും ഇത് പഠിക്കുന്നത് ഇത് വെച്ചിട്ടാണ്. 6ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. എന്തുകൊണ്ടാണ് ഈ 6ാം പഞ്ചവത്സര പദ്ധതി കാലം എന്ന് പറയുന്നത്? ശരിക്കും വന്ന ഡേറ്റ് എടുക്കുകയാണെങ്കിൽ നബാർഡ് വന്നത് 1982 ജൂലൈ 12 ആണ്. ഓക്കെ, ഇതാണ് ഡേറ്റ് എടുക്കുന്നത്. ഡേറ്റ് ചോദിക്കുന്നതിനേക്കാൾ ഉപരി ഏത് പഞ്ചവത്സര പദ്ധതി കാലത്തേക്കും 6th ആണ്. നമ്മൾ 6ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നേരത്തെ പറഞ്ഞ ആ ഒരു വർഷങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒന്ന് പോസ് ചെയ്ത് ആലോചിച്ച് നോക്കുക. 6ാമത്തെ പഞ്ചവത്സര പദ്ധതി ഒന്ന് എണ്ണി നോക്കാം, അല്ലെങ്കിൽ എല്ലാ എന്തെങ്കിലും നിങ്ങൾ ഓടിപ്പിച്ച് അത് ആലോചിച്ച് നോക്കാം. കിട്ടിയല്ലോ? അതെ, 1980-85 കാലഘട്ടത്തിലാണ്. ഇനി ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഒന്നും പഠിക്കാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞ ട്രിക്ക്. നബാർഡ് എന്ന് പറയുമ്പോൾ ഞാൻ സ്ഥിരം പറയുന്നതാണ്, നബാർഡ് ഇതുപോലെ ഇംഗ്ലീഷ് പഠിക്കുക, അതിന്റെ സ്പെല്ലിങ്, ആ ഇംഗ്ലീഷ് പഠിച്ചാൽ അതിന്റെ ഷോർട്ട് ഫോം വരുന്ന ലെറ്റേഴ്സ് ഒന്ന് എണ്ണി നോക്കുക. ആ ലെറ്റേഴ്സ് എണ്ണി നോക്കിയാൽ നമുക്ക് എന്തിലേക്ക് എത്താൻ പറ്റും? 6ാമത്തത് 1, 2, 3, 4, 5, 6. നബാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് 6 ലെറ്റർ ഉണ്ട്. NABARD.
ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് പഠിക്കാൻ പറ്റി? നബാർഡ് 6ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് പഠിക്കാൻ പറ്റി. അപ്പൊ അങ്ങനെ ചോദ്യം നബാർഡായിട്ട് ബന്ധപ്പെട്ട കുറെ ചോദ്യങ്ങൾ വരാറുണ്ട് നബാർഡായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഈ ഒരു നബാർഡിനെ കുറിച്ച് കൃത്യമായി അറിഞ്ഞിരിക്കുക. വന്ന വർഷം, ഡേറ്റ്, ഏത് പഞ്ചവത്സര കാലത്താണ്, എന്തിനു വേണ്ടി വന്നത്, അത് അഗ്രികൾച്ചർ, കാർഷികം, അതുപോലെ ഗ്രാമവികസനത്തിന് വേണ്ടി വന്ന ഒരു സംവിധാനമാണ് നബാർഡ് എന്ന് പറയുന്നത്. RBI പോലെ ഒരു ഉന്നതതല ബാങ്കിങ് സംവിധാനമാണ് നബാർഡ്. ഇനി വേണം ചോദിക്കാം, കേരളത്തിൽ നബാർഡിന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചേക്കാം. കേരളത്തിൽ നബാർഡിന്റെ ആസ്ഥാനം മറ്റെവിടെയുമല്ല, അത് നമ്മുടെ തലസ്ഥാന നഗരിയിലാണ്, തിരുവനന്തപുരത്താണ്. അത് നിങ്ങൾ തിരുവനന്തപുരത്ത് പോയാൽ കാണാൻ പറ്റും, നബാർഡ് എന്ന് പറഞ്ഞ സ്ഥാപനം കാണാൻ പറ്റും. ഇനി RBIയുടെ പ്രധാനപ്പെട്ട ഒരു റീജിയണൽ ഓഫീസ് വരുന്നതോ ചോദിച്ചാൽ അത് എവിടെ തന്നെയാണ് കേരളത്തില്, അതും നമ്മൾ നോക്കുകയാണെങ്കിൽ അത് തിരുവനന്തപുരത്ത് തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കും. നബാർഡാണ് ഇവിടെ ഗ്രാമവികസനമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. ഇനി നോക്കാം, റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, RIDF, ഒരു ബ്രാക്കറ്റ് കൂടി പോയി കുഴപ്പമില്ല, RIDF, റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്. ഓക്കെ, നമ്മൾ ഈ ഗ്രാമ അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഗ്രാമത്തിന്റെ വികസനത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഫണ്ട് സംവിധാനം ഉണ്ട്. അത് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ അത് ഏത് ബാങ്കാണെന്ന് വെച്ചാൽ ഇതിനെ നിയന്ത്രിക്കുന്നത് ഏത് ബാങ്ക്? നമ്മളിപ്പോ ഗ്രാമവികസനം എന്ന് പറഞ്ഞല്ലേ, ഈ ഗ്രാമവികസനവുമായിട്ട് ബന്ധപ്പെട്ട ബാങ്ക് ഏത് തന്നെയാണ് ഇതില്? ഇവിടെ നമ്മൾ ഓപ്ഷൻ എന്ത് തന്നെയാണ്? നബാർഡാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ വേറൊരു ട്രാപ്പ് ഉണ്ട്. നമുക്ക് RRB എന്ന് പറഞ്ഞൊരു ബാങ്ക് ഉണ്ട്, റീജിയണൽ റൂറൽ ബാങ്ക്, പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളുണ്ട്. പ്രാദേശിക ഗ്രാമീണ ബാങ്ക് എന്നാണ് ഇതിന്റെ ഒരു സബായിട്ട് വരുന്നതാണ്. നബാർഡിന്റെ കീഴിൽ വരുന്ന സംവിധാനമാണിത്. ഈ പറയുന്ന RR അത് നിയന്ത്രിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് പറയുന്ന ലോണും മറ്റു കാര്യങ്ങളും വായ്പകളും കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം ബാങ്കുകളെ നിയന്ത്രിക്കുന്ന ആള് നമുക്കറിയാം RBI ആണ് അല്ലെ. ബാങ്കുകളൊക്കെ നിയന്ത്രിക്കുന്ന ആള് RBI ആണ്. അതേപോലെ ഈ നബാർഡിന് എന്തുണ്ട്? ചില പ്രത്യേക നിയന്ത്രണങ്ങളുണ്ട്. ആ നിയന്ത്രണത്തിന്റെ ഭാഗം നിയന്ത്രിക്കുന്നത് ഏത് ബാങ്കാന്ന് വെച്ചത് ഈ ഫണ്ടിന്റെ കാര്യം. ഈ ഫണ്ടൊക്കെ കാര്യമായിട്ട് എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ ഉപയോഗപ്പെടുത്തുന്നതൊക്കെ തീരുമാനം എടുക്കുന്ന ആരാണ്? നബാർഡാണ്. ഇതിന്റെ ഉത്തരം എന്താണ്? നബാർഡ്. ഇനി നിങ്ങൾ ഈ വരുന്ന CPO എന്തെങ്കിലും ചോദ്യത്തിൽ നബാർഡ് ഉണ്ടാ ചാടിക്കറി ഉത്തരം മാർക്ക് ചെയ്യരുത്. കാരണം നബാർഡ് അല്ലാത്ത ഉത്തരം വന്നേക്കാം. ഈ രണ്ട് പറഞ്ഞ ചോദ്യങ്ങൾക്ക് നമുക്ക് നബാർഡാണ് 2022 ചോദിച്ച ചോദ്യമാണ്. ഇത് നോക്കുക, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. നമ്മൾ നേരത്തെ നിതി ആയോഗിന്റെ ആസ്ഥാനം പറഞ്ഞപ്പോൾ അതിലുണ്ടായിരുന്ന ഓപ്ഷൻ എന്ത്? മുംബൈ. നമുക്കറിയാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ഇതൊക്കെ ചെറിയ കുട്ടികൾക്ക് വരെ അറിയുന്ന കാര്യമാണല്ലേ. ഒരു 10th അല്ലെങ്കിൽ 8, 9 ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ RBIയുടെ ആസ്ഥാനം നമുക്കറിയാം മുംബൈ ആണ്. RBIയുടെ ആസ്ഥാനം മുംബൈ ആണ്. അപ്പൊ മുംബൈ എന്നുള്ളത് RBIയുടെ ആസ്ഥാനം നമുക്കറിയാം, അത് ഡൽഹി അല്ല, മുംബൈ ആണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ഹൈദരാബാദ് ഉണ്ട്, ചെന്നൈ ഉണ്ട്, ബാംഗ്ലൂർ ഉണ്ട്, പ്രധാനപ്പെട്ട നഗരികൾ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം അത് മുംബൈ ആണ്. ഇനി താഴെ പറയുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ, അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്നും യോജിക്കാത്തത്. ഇങ്ങനെ യോജിക്കാത്തത് കൊടുക്കുമ്പോൾ ഇവർ തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ശരിയായിരിക്കും കൊടുക്കുക. അപ്പൊ തുടക്കത്തിൽ ആ A യോജിക്കുന്നുണ്ടല്ലോ, മാർക്ക് ചെയ്യും. ശ്രദ്ധിക്കുക, A എന്ന് പറയുന്നത് ലോക വ്യാപാര സംഘടന. നമുക്കറിയാം WTO എന്ന് പറയുന്ന സംഘടനയാണ്. 1995 കാലഘട്ടത്തിൽ ആണ് WTO ആയിട്ട് പേര് മാറുന്നത്. ഗാട്ട് എന്നായിരുന്നു. അതിന്റെ ആസ്ഥാനം ജനീവ തന്നെയാണ്. ലോക ബാങ്ക് വാഷിംഗ്ടൺ DC ആണ്. ആണോ? അതെ ആണ്. അന്താരാഷ്ട്ര നാണയനിധി, ഇതാണ് IMF. ഇതിന്റെ ഉത്തരം അപ്പൊ നിങ്ങൾക്ക് ചില ഡൗട്ട് ഉണ്ടാവും, ഇത് രണ്ടും ഒരു സ്ഥലത്തോ അങ്ങനെ ഡൗട്ട് വരും. അടുപ്പിച്ച് തന്നിട്ടുണ്ട്, ഒന്ന് തെറ്റായിരിക്കില്ലെന്ന് തോന്നും. അല്ല, ഇത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കുക. IMF എന്ന് പറയുന്ന അന്താരാഷ്ട്ര നാണയനിധി ആണെങ്കിലും ലോക ബാങ്ക് എന്ന് പറയുന്ന വേൾഡ് ബാങ്ക് ആണെങ്കിലും ഇത് ഒരുമിച്ച് ഉടലെടുത്ത സംവിധാനങ്ങളാണ്, ഒരുമിച്ചുണ്ടായ കുട്ടികളാണ്. അതിന് നമ്മൾ ഇരട്ട കുട്ടികൾ എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഇരട്ട സ്ഥാപനം എന്ന് പറയാൻ പറ്റും, ഇരട്ട ധനകാര്യ സ്ഥാപനം എന്ന് പറയാൻ പറ്റും. അപ്പം ഇരട്ട സഹോദരങ്ങളാണ് പറയപ്പെടാറുള്ളത്. അപ്പം ഇത് രണ്ടും ഒരു സ്ഥലത്ത് തന്നെയാണ്, വാഷിംഗ്ടൺ DC ആണ്. അപ്പൊ ഇത് 3 ശരിയല്ലോ. തെറ്റാരായിരിക്കും? ഏഷ്യൻ വികസന ബാങ്കാണ്. ഏഷ്യൻ വികസന ബാങ്കിന്റെ ഉത്തരം കൊടുത്ത് ബെയ്ജിംഗ് ആണ്. 2024 ചോദ്യമാണ്. ബെയ്ജിംഗ് അല്ല, ഇത് നമുക്കറിയാം. ഇത് ADB എന്ന് പറയുന്ന ബാങ്കാണ്. ADB നമുക്കറിയാം, അത് ഫിലിപ്പൈൻസിലാണ്. മനില ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ADB എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ ലോകത്തെ പ്രധാനപ്പെട്ട ഈ UNAയുടെ കീഴിൽ വരുന്ന സ്ഥാപനം, ഈ WTO പറയുന്ന UNAയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന സ്ഥാപനങ്ങളുടെ ആസ്ഥാനങ്ങൾ നിങ്ങൾ നോക്കി വെക്കേണ്ടതായിട്ടുണ്ട് കൃത്യമായിട്ട്. ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിന്റെ ഉത്തരം D ആണ്. തെറ്റുത്തരം കണ്ടെത്താൻ പറഞ്ഞു. യോജിക്കാത്ത ഏതാണ്? D ആണ്. അപ്പൊ ഞാനിവിടെ കാണുന്നു ഏഷ്യൻ വികസന ബാങ്ക് ADB, മെട്രോ മനില ഫിലിപ്പൈൻസ്. ചിലപ്പോൾ എനിക്ക് മെട്രോ ഒന്നും ഉണ്ടാവില്ല, അത് കറക്റ്റ് പ്രോപ്പർ സ്ഥലത്തിന്റെ പേരാണ്. മനില മാത്രമായിരിക്കും തരുന്നുണ്ടാവുക. ഉത്തരം മനിലയാണ് അല്ലെ, മനിലയാണ്. NDB എന്ന് പറയുന്ന ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്, അതിന്റെ ആസ്ഥാനം ഷാങ്ഹായി ആണ്, അത് ചൈനയിലാണ്. ദെൻ AIIB, ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ആണ്. ചൈനയുടെ ഒരു ഒരു ബാങ്കിങ് സംവിധാനമാണ്, ലോക രാജ്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള. അതിന്റെ ആസ്ഥാനമാണ് ബെയ്ജിംഗ്. നേരത്തെ തന്നതിൽ ഓപ്ഷനിൽ ബെയ്ജിംഗ് ഉണ്ടായിരുന്നു. ആ ബെയ്ജിംഗിന്റെ ഓപ്ഷൻ കറക്റ്റായി കൊടുക്കാൻ വേണ്ടി ഉത്തരയാണ് AIIB ആണ്. ദെൻ NDB എന്ന് പറയുന്ന അതിന്റെ ആസ്ഥാനം ഷാങ്. ഇത് രണ്ടും ബാങ്കിങ് സംവിധാനമാണ്. NDB എന്ന് പറയുന്നത് നമ്മൾ ബ്രിക്സ് രാജ്യങ്ങളുടെ ബാങ്കിങ് സംവിധാനം. നമുക്കറിയാം ബ്രിക്സ് എന്ന് പറയുന്ന രാജ്യ സംവിധാനങ്ങൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള 5-ൽ കൂടുതൽ, ഇപ്പോൾ 5 അല്ല 5-ൽ കൂടുതലുണ്ട്. ഓക്കെ,
ബ്രിക്സ് എന്ന് പറയുമ്പോൾ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. നിങ്ങളോടൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്, ബ്രിക്സിലെ ഈ അടുത്ത കാലത്തായിട്ട് ജോയിൻ ചെയ്ത മറ്റു രാജ്യങ്ങളെ ഒന്ന് കമന്റ് ചെയ്യണം നിങ്ങൾ. ബ്രിക്സ് എന്ന് പറഞ്ഞാൽ 5 രാജ്യങ്ങൾ കിട്ടുന്നുണ്ട്, ഇതല്ലാത്ത ബാക്കി രാജ്യങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാം. ചോദ്യം വന്നാലോ? അപ്പൊ ഇതാണ് ആസ്ഥാനമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBIയുടെ പണനയം, മോണിറ്ററി പോളിസി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന നിങ്ങൾ വായിക്കാൻ പറ്റുന്നതാണ്. ഞാൻ വായിച്ചു തരാം, വളരെ കൺജസ്റ്റഡ് ആയിട്ടുണ്ട് ലെറ്റേഴ്സ്, നോക്കാം. അപ്പം ശരിയായത് RBI നമുക്കറിയാം, ആദ്യം ശ്രദ്ധിക്കവിടെ, RBIയും അതുപോലെ ഗവൺമെന്റും 2 സ്ഥാപനങ്ങളാണ്, 2 സംവിധാനങ്ങളാണ്. നമ്മളെ രാജ്യത്തെ ഈ പറയുന്ന പണപ്പെരുപ്പം അതേപോലെ പണവിതരണ സംവിധാനങ്ങൾക്ക് നിയന്ത്രിക്കാൻ ഇവർക്ക് രണ്ടും പറ്റും. അപ്പൊ RBIയുടെ നയങ്ങളെ വിളിക്കുന്ന പേരാണ് പണനയം. എന്താണ്? പണനയം. അതേ സമയത്ത് ഗവൺമെന്റ് എന്ന് പറയുന്ന സർക്കാരിന്റെ നയത്തെ വിളിക്കുന്ന പേരാണ് ധനനയം എന്ന് പറയുന്നത്. അത് ഫിസ്ക്കൽ പോളിസി എന്ന് പറയും. സർക്കാരിൻ്റെത് ധനനയം, RBIയുടേത് പണനയം. ധനനയം എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് മെയിനായിട്ട് അറിയാം, പൊതു ചെലവ്, പൊതു കടം, പൊതു വരുമാനം. ഈ പൊതു എന്നൊക്കെ പറഞ്ഞാൽ സർക്കാരാട്ടോ, സർക്കാരിന്റെ കടം, സർക്കാരിന്റെ ചെലവ്, സർക്കാരിന്റെ വരുമാനം, ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ നിയന്ത്രിക്കുന്ന രീതിയാണ് ഈ പറയുന്ന ഈ ധനനയം എന്ന് പറയുന്നത്. പണനയം എന്ന് പറഞ്ഞാൽ RBIയുടെ ഈ പറയുന്ന കുറെ റേറ്റുകളുണ്ട്, കുറെ റേഷ്യോകളുണ്ട്, അതുപോലെ കുറെ വിൽക്കൽ വാങ്ങലുകളുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ പണവിതരണത്തെ നിയന്ത്രണം ചെയ്യുന്ന സംവിധാനമാണ്. നമുക്ക് ഇതിൽ ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, ഇത് ചില ആളുകൾക്ക് ഇത് ഇത്തരം ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഒരു അപ്ലിക്കേഷനിൽ ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് റേഞ്ച് കൂടി ചോദിച്ചാണ് അവര്. 2020 ചോദിച്ചാണ്. സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ സപ്ലൈ, അതാണ് മണി സപ്ലൈ, കുറയ്ക്കുന്നതിനായി ഗവൺമെന്റ് ബോണ്ടുകൾ കമ്പോളത്തിൽ വിൽക്കും. ഗവൺമെന്റ്, അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മതി, ഗവൺമെന്റ് ബോണ്ടുകൾ കമ്പോളം മാർക്കറ്റിൽ, ഗവൺമെന്റിന്റെ കയ്യിൽ കുറെ ബോണ്ട് പേപ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു കടപ്പത്രം പോലെ സംവിധാനമാണ്. ഗവൺമെന്റ് പണം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ബോണ്ടുകൾ എന്ന് പറയുന്നത്. അപ്പൊ സർക്കാർ ഈ ബോണ്ടുകൾ കമ്പോളത്തിൽ വിൽക്കാന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ സർക്കാർ എന്ന് വിചാരിക്കാം, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളാണ് ജനങ്ങൾ, നിങ്ങളാണ് നമ്മുടെ മാർക്കറ്റ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് ഈ ബോണ്ടുകൾ എന്റെ കയ്യിൽ തരും. അപ്പൊ നിങ്ങൾ എന്ത് തരും, നിങ്ങളുടെ കയ്യിലുള്ള പൈസ എനിക്ക് തരും. നിങ്ങളുടെ കയ്യിൽ ബോണ്ടുകളായി, എന്റെ കയ്യിൽ പൈസ ആയി. ഇത് പണം വിതരണം നിയന്ത്രിച്ചില്ലേ? കാരണം ആ പണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിച്ചിട്ട് കൂടുതൽ നിക്ഷേപങ്ങളും അതുപോലെ മറ്റുള്ള സംവിധാനങ്ങളും ഒക്കെ ചെലവാക്കി കൊണ്ടുപോകും. ചെലവാക്കുകയാണെങ്കിൽ അവിടെ എന്ത് കൂടും? പണവിതരണം വീണ്ടും കൂടും. ഇത് നമ്മൾ ഈ പറയുന്ന പണപ്പെരുപ്പം വിലക്കയറ്റ സമയത്തൊക്കെയാണ് സർക്കാർ ഇത് ചെയ്യുക. അപ്പം ബോണ്ടുകൾ വിറ്റ് കഴിഞ്ഞാൽ പണവിതരണം കുറയ്ക്കാൻ പറ്റുമോ? പറ്റും. കാരണം നിങ്ങളുടെ കയ്യിലുള്ള പൈസ എവിടെ എത്തി? സർക്കാരിന്റെ കയ്യിലെത്തി. അപ്പം ഈ പറയുന്ന ഉത്തരം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സപ്ലൈ കുറയ്ക്കുന്നതിനായി, അല്ലെ, മണി സപ്ലൈ കുറയ്ക്കുന്നതിനായി ഗവൺമെന്റ് ബോണ്ടുകൾ കമ്പോളത്തിൽ ശരിയാണ്. സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ സപ്ലൈ കൂട്ടണമെങ്കിൽ ബാങ്ക് റേറ്റ് കൂട്ടണം. ബാങ്ക് റേറ്റ് എന്താ അറിഞ്ഞിരിക്കണം? ബാങ്ക് റേറ്റ് ഒന്നും ഇപ്പം കാര്യമായിട്ട് RBI ഉപയോഗിക്കുന്നില്ല, എന്നാൽ അറിഞ്ഞിരിക്കുക, ബാങ്ക് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന, അതായത് RBI എന്ന് പറയുന്ന ബാങ്ക് ആ ബാങ്ക് റേറ്റ് എന്ന് പറയുന്ന റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വാണിജ്യ ബാങ്കുകൾക്ക് ഈ പണം ജനങ്ങൾക്ക് എത്തിക്കാനുള്ള ആ ഒരു ശേഷി കുറയാ ചെയ്യാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ പറഞ്ഞത് സമ്പദത്തിൽ പണത്തിന്റെ സപ്ലൈ കൂട്ടണമെങ്കിൽ എന്ന് പറഞ്ഞത് കൂട്ടണമെങ്കിലല്ല, കുറയ്ക്കണമെങ്കിലാണ് ബാങ്ക് റേറ്റ് കൂട്ടേണ്ടത്. ഈ ഒരു കൂട്ടണമെങ്കിൽ ബാങ്ക് റേറ്റ് എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കി കുറയ്ക്കണമെങ്കിൽ ബാങ്ക് റേറ്റ് കൂട്ടാൻ വേണ്ടത്. അപ്പൊ ഇത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരി. സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ സപ്ലൈ കൂട്ടണമെങ്കിൽ ബാങ്ക് റേറ്റ് കുറയ്ക്കാണ് വേണ്ടത്. ഇവിടെ കൂട്ടി എന്നാ പറഞ്ഞുള്ളത്, അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 3 നോക്കാം. അപ്പൊ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാ. അപ്പൊ 2 തന്നെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വെട്ടിയാലും നമുക്ക് 2 3 1 2 1 2 3. അപ്പൊ ഉത്തരം കിട്ടി. എന്താണ് ചോദിച്ചത്? ശരിയായ പ്രസ്താവന 1 3 കിട്ടി. ഞാൻ വേറെ ചോദ്യം വായിക്കാൻ പോയില്ല, ഒന്ന് നോക്കാന്നാലും. സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ സപ്ലൈ കൂട്ടേണ്ടി വരുമ്പോൾ കമ്പോളത്തിൽ നിന്ന് ഗവൺമെന്റ് ബോണ്ടുകൾ വാങ്ങും. ഈ മോള് പറഞ്ഞ നേരെ വിവരിച്ച ചില ഇത് രണ്ടും ശരിയാവുന്ന വിചാരിക്കും. ഇത് രണ്ടും ശരിയാണ്, രണ്ടും തിരിച്ച് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് സപ്ലൈ കൂട്ടണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഞാൻ നേരത്തെ വിറ്റ ബോണ്ടുകളില്ലേ, നിങ്ങളുടെ എല്ലാവരുടെ കയ്യിലും തന്ന ബോണ്ടുകളില്ലേ, അത് നിങ്ങളുടെ കയ്യിൽ ഞാൻ ഇങ്ങനെ മേടിക്കുകയാണ്, സർക്കാർ നിങ്ങൾക്ക് ഞാൻ മേടിക്കുകയാണ്. എന്നിട്ട് എന്റെ കയ്യിലുള്ള പൈസ ആർക്കാരാണ്? നിങ്ങൾക്ക് തരാണ്. ഇപ്പൊ എന്തായി? പണത്തിന്റെ വിതരണം കൂടിയില്ലേ? അതാണ് ഈ പറഞ്ഞ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പം ഇവിടെ ഉത്തരം 1 3 ബി ഈസ് ദ ആൻസർ. ബി ആണ് ആൻസർ. ഇത് കുറച്ചൊന്ന് ആലോചിച്ചിട്ട് ഈ പറയുന്ന പണനയത്തിന്റെ ഉപാധികളൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ടൊന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മറ്റേ ഇംപി പോംപി എന്ന് പറഞ്ഞ എണ്ണീട്ട് നമ്മൾ കറക്കി കുത്തേണ്ടി വരും. അങ്ങനെ ഉത്തരം കിട്ടാൻ സാധ്യതയില്ല. നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സാമ്പത്തിക വർഷമാണ്, അല്ലെ? ഇവിടെ നമുക്ക് രസം, സാമ്പത്തിക വർഷമല്ലേ, നമുക്കറിയാലോ ഇന്ത്യയുടെ സാമ്പത്തിക വർഷം എത്രയാണ്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ശരിയാണ്, അത് തന്നെയാണ് ശരി. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് 2023 ചോദിച്ച ചോദ്യമാണ്. നിങ്ങൾ മനസ്സിലാക്കുക, RBIയുടെ സാമ്പത്തിക വർഷം ഇതല്ലായിരുന്നു. നിങ്ങൾക്കൊരു ധാരണ, ഇന്ത്യയുടെ സാമ്പത്തിക വർഷം ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. RBIയുടെ തന്നെ ആയിരിക്കില്ലേ? ഒരിക്കലും അല്ലായിരുന്നു. RBI വന്ന സമയത്ത് നമുക്കൊരു RBI വന്നത്
RBI വന്നത്? അതൊരു ചോദ്യമാണ്. RBI വന്നത് നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ഏപ്രിൽ 1 ഏപ്രിൽ 1. അപ്പൊ നിങ്ങൾക്ക് RBI വന്നത് തന്നെ ഒരു സാമ്പത്തിക വർഷമാണല്ലോ. പക്ഷെ ആ സമയത്ത് RBIയുടെ സാമ്പത്തിക വർഷം ജാനുവരി മുതൽ ഡിസംബർ വരെ ആയിരുന്നു. അങ്ങനെ 1940 വരെ അങ്ങനെയായിരുന്നു. 1935 മുതൽ 40 വരെ എന്തായിരുന്നു സാമ്പത്തിക വർഷം? ജാനുവരി മുതൽ ഡിസംബർ വരെ ആയിരുന്നു. 40 ശേഷം RBIയുടെ സാമ്പത്തിക വർഷം ജൂലൈ 1 മുതൽ ജൂൺ 30 വരെ. ഏതുവരെ? 2020 വരെ. 2021 മുതലാണ് എന്താവുന്നത്? ഈ പറയുന്ന ഏപ്രിൽ. നിങ്ങൾ മനസ്സിലാക്കുക, 2020 വരെ ആയിരുന്നു. അറിഞ്ഞിരുന്നോ? ഇല്ല, നിങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലേ? നമ്മൾ അറിഞ്ഞത് ആരെ കോവിഡ് ഉണ്ടായെന്ന് അറിഞ്ഞിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു വർഷമാണ് കൂടുതൽ കാലം ഉണ്ടായിരുന്നത്. ജൂലൈ മുതൽ ജൂൺ 30 വരെ ആയിരുന്നു RBIയുടെ സാമ്പത്തിക വർഷം. അത് എന്ത് ചെയ്തു? 2021 ശേഷം എന്ത് ചെയ്തു? നമ്മൾ ഈ പറയുന്ന സാധാ സാമ്പത്തിക വർഷം ഏപ്രിൽ 1 മുതൽ മാർച്ച് 31. അപ്പൊ 2 വട്ടം. അപ്പൊ നിങ്ങൾ RBIയുടെ സാമ്പത്തിക വർഷം എത്ര വർഷം മാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ചോദിച്ചേക്കാം. മാറ്റം ചെയ്തിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ഇവ എന്താ പറയാ, ഈ ഉത്തരം നൺ ഓഫ് ദി അബവ് എന്നൊക്കെ വന്ന് തന്നേക്കാം. അപ്പൊ മാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2 പ്രാവശ്യം മാറ്റിയിട്ടുണ്ട്. ആദ്യം 1, പിന്നെ 1. ഇപ്പൊ 3ാമത്തെ സാമ്പത്തിക വർഷമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ഏപ്രിൽ 1 മുതൽ മാറി. ഇതാണ് ഉത്തരം കേട്ടോ. ഇതാണ് ഉത്തരം. ഇത് ഒരു 2019 ചോദിച്ച PSC ചോദ്യമാണെങ്കിൽ ഇതായിരുന്നു ഉത്തരം. ഒരു 2019 PSC ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതായിരുന്നു ഉത്തരം വരാം. നോക്കാം, കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ ഈടാക്കുന്ന പലിശ. കേന്ദ്ര ബാങ്ക്, അതായത് RBI വാണിജ്യ ബാങ്കുകൾക്ക്, നമ്മുടെ ഇവിടെയുള്ള SBI, ബാങ്ക് ഓഫ് ബറോഡ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഇങ്ങനെയുള്ള സകലമാന ബാങ്കുകളും ഇവർക്ക് കൊടുക്കുമ്പോൾ ഈടാക്കുന്ന പലിശ നിരക്കാണ് ചോദിച്ചുള്ളത്. CRR പലിശ നിരക്കല്ല. ഇത് CRR എന്ന ക്യാഷ് റിസർവ് റേഷ്യോ. നമ്മുടെ ഈ പറയുന്ന വാണിജ്യ ബാങ്കുകൾ അവരെ മൊത്തം നിക്ഷേപത്തിന്റെ ഒരു നിശ്ചിത ശതമാനം ഇവിടെ വെക്കണം, RBIയിൽ വെക്കണം. അത് പലിശ നിരക്കല്ല. അത് ഉത്തരമല്ല. ഡയറക്റ്റ് ആക്ഷനും മോറൽ സുവേഷനും എന്തല്ല? പലിശ നിരക്കല്ല. ഇത് ബാങ്കുകൾ ചില കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ബാങ്കുകളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് RBI കൊണ്ടുവരുന്ന കുറച്ച് ഗുണപരമായ ഉപാധികൾ പെട്ടതാണ് ഇത്. ഈ ഡയറക്റ്റ് ആക്ഷൻ, മോറൽ സുവേഷൻ എന്നൊക്കെ പറയുന്ന സാധനം. പിന്നെ പറയുന്നത് ബാങ്ക് നിരക്ക്, അതായത് നേരത്തെ പറഞ്ഞ ബാങ്ക് റേറ്റ് തന്നെയാണ് എന്ത്? പലിശ നിരക്ക് എന്ന് പറഞ്ഞത്. ഇപ്പൊ അതിനേക്കാൾ കൂടുതൽ മാറ്റങ്ങളൊക്കെ വന്ന കുറെ നിരക്കുകളുണ്ട് ബാങ്ക്. അപ്പൊ നിങ്ങൾ ഇതിൽ തന്നെ ഗുണപരമായത്, ഗണപരമായ 2 കാറ്റഗറി ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനം നമ്മൾ പറയുന്നത് ഗണപരമായതാണ്. അതായത് ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് ആണ് RBI ബാങ്കുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും പണവിതരണത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും പണപ്പെരുപ്പ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കൂടുതൽ എന്താണ്? ഗണപരമായതാണ്, ഗുണപരമായതല്ല. അതിൽ പെട്ട ആളാണ്, ഗണപരമായതിൽ പെട്ടാണ് CRR ക്യാഷ് റിസർവ് റേഷ്യോ, SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. പിന്നെ അതിൽ വരുന്നതാണ് ബാങ്ക് റേറ്റ്. ഇപ്പം കണ്ട ഈ ബാങ്ക് റേറ്റ്, ഇതല്ലാതെ റിപ്പോ നിരക്ക്, റിവേഴ്സ് റിപ്പോ നിരക്ക്, SDF എന്ന് പറയുന്ന സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, മാർക്കറ്റ് സ്റ്റെബിലൈസേഷൻ സ്കീം, ഇങ്ങനെയുള്ള കുറെ ഉപാധികൾ എന്തുപയോഗിക്കുന്നുണ്ട്? ഈ പറയുന്ന ഗണപരമായിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട CRR, SLR, റിപ്പോ, റിവേഴ്സ് റിപ്പോ. നിങ്ങളോട് ചോദിക്കുകയാണ്, ശ്രദ്ധിച്ചേ പണപ്പെരുപ്പ് നിയന്ത്രിക്കാൻ താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ കൂട്ടണം? താഴെ ഓപ്ഷൻ CRR, SLR, റിപ്പോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവയെല്ലാം എന്ന് കൊടുത്താൽ അതിനുത്തരം ഇവയെല്ലാമാണ്. പണപ്പെരുപ്പ് നിയന്ത്രിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സമ്പദ്ഘടനയിൽ പണപ്പെരുപ്പം കൂടുതലുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇതൊക്കെ കൂട്ടാ ചെയ്യേണ്ടത്. ഇതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ പണപ്പെരുപ്പ് നിയന്ത്രിക്കാൻ പറ്റും. CRR, SLR, റിപ്പോ, റിവേഴ്സ് റിപ്പോ. ബാക്കിയുള്ള ഞാൻ പോകുന്നില്ല. അപ്പോൾ ഈ പറയുന്നത് കുറച്ച് ഡെപ്തുള്ള ഭാഗമാണ്. അത് നിങ്ങൾ ആ ഒരു ഗുണപരമായ കാര്യങ്ങൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതിന് ഉത്തരം ബാങ്ക് നിരക്കാണ്. കാരണം ബാങ്ക് റേറ്റ് ആണ്, ആ റേറ്റ് ആണ് പലിശ നിരക്ക്. ഇതൊന്നും അതിൽ വരുന്നതല്ല. ഇനി കാണാൻ പറ്റും ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇത് വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. 2024 ചോദിച്ച ചോദ്യമാണ്. പക്ഷേ ഈസിയിൽ ട്രാപ്പ് എന്ന് അറിഞ്ഞിരിക്കുക. ആഡം സ്മിത്ത് പറഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യൻ അല്ല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ്. ആൽഫ്രഡ് മാർഷൽ നമുക്കറിയോ? അറിയില്ലെങ്കിൽ പോട്ടെ. ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന സൂക്ഷ്മ സാമ്പത്തിക വ്യവസ്ഥയുടെ പിതാവായിട്ട് അറിയപ്പെടുന്ന ആളാണ്. ജെയിംസ് കെയ്ൻസ് ആണ്. അദ്ദേഹമാണ് കെനീഷ്യൻ വിപ്ലവക്കായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ സമയത്ത് നമ്മൾ ഈ അമേരിക്കയിൽ നടന്ന സാമ്പത്തിക മാന്ദ്യത്തിനൊക്കെ കരകയറ്റാൻ സഹായിച്ച ഒരു വ്യക്തിയാണ്. ഇതിന് ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാം MS സ്വാമി. ഈ ഒരു ഉത്തരത്തിൽ ചെറിയ ട്രാപ്പ് ഉണ്ട്. ട്രാപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യം ഇങ്ങനെ തന്നിട്ട് ഇതില് MS സ്വാമിനാഥന്റെ പേരുണ്ട്, മറ്റൊരു വ്യക്തിയുടെ പേര് ഞാൻ പറയാം. നിങ്ങൾക്ക് അറിയാവുന്ന നോർമൻ ബോർലോഗ് എന്നൊരു പേരും കൂടി തന്നാൽ നിങ്ങൾ ഉത്തരം ചെയ്യേണ്ടത് നോർമൻ ബോർലോഗിനെയാണ്. കാരണം നോർമൻ ബോർലോഗ് ആണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ ശരിക്കും ചോദ്യം കുറച്ചും കൂടി ഫിൽട്ടർ ചെയ്തിട്ടാണ് ചോദിക്കേണ്ടത്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്, അല്ലെ ഇന്ത്യയുടെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്, അങ്ങനെ ഒരു ചോദ്യം വരുമ്പോഴാണ് ഇതിന് ഉത്തരം കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് ഓപ്ഷനിൽ നോർമൻ ബോർലോഗ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? MS സ്വാമിനാഥൻ എന്നുള്ള ആ ഒരു വ്യക്തിയെ മനസ്സിലാക്കിയിട്ട് അവിടെ കൊടുക്കേണ്ടതാണ്. ഓക്കെ, നോർമൻ ബോർലോഗ് ആണ് നമ്മൾ ആ ഒരു പറഞ്ഞ അമേരിക്കക്കാരനാണ്. അദ്ദേഹത്തിന്റെ ആക്ടിവിറ്റി കൂടുതൽ മെക്സിക്കോയിലാണ്.
അല്ലെ, മെക്സിക്കോക്കാരൻ അമേരിക്കക്കാരനാണ്, മെക്സിക്കോയിലാണ്, അദ്ദേഹമാണ് ഇതിന് തുടക്കം കുറിച്ച ആൾ. പിന്നെ ഇന്ത്യയിലും മറ്റ് ഏഷ്യൻ ഭാഗത്തൊക്കെ ആയിട്ടാണ് നമ്മൾ MS സ്വാമിനാഥന്റെ പ്രധാനപ്പെട്ട സംഗതി കണ്ടിട്ടുള്ളത്. നോക്കാം, യൂണിവേഴ്സൽ ഫൈബർ ഇത് SCERT-യിലൊക്കെ ഉള്ളതാണ്, SCERT-ൽ കാണാൻ പറ്റും. ആ യൂണിവേഴ്സൽ ഫൈബർ നമ്മൾ വിളിക്കുന്നത് ഏതാണ്? അപ്പൊ യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുമ്പോൾ ആ വാക്ക് മനസ്സിലാക്കുക, നമ്മൾ ഈ പറയുന്ന ഈ ടെക്സ്റ്റൈൽ രംഗത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നാര് അല്ലെങ്കിൽ ഫൈബർ, നാര് അല്ലെ, ആ ടെക്സ്റ്റൈൽ രംഗത്ത് നമ്മൾ വസ്ത്രം ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണെന്ന് വെച്ചുള്ളത് ഇവിടെ കരിമ്പ്, പരുത്തി, ചണം, റബ്ബർ ഉണ്ട്. ഇതിന് ഉത്തരം ഏതാണ്? പരുത്തിയാണ്. ചണം, കരിമ്പ്, റബ്ബർ എന്നല്ല. ഓക്കെ, പരുത്തി, കോട്ടൺ ആണ്. അപ്പൊ കോട്ടനെ വിളിക്കുന്ന പേരാണ് എന്ത്? യൂണിവേഴ്സൽ ഫൈബർ. ഇതായിട്ട് ബന്ധപ്പെട്ട് SCERT-ൽ കുറെ ഭാഗങ്ങളുണ്ട്. കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന സ്ഥലം, കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണത്? അത് മുംബൈ ആണ് പ്രധാനപ്പെട്ട കേന്ദ്രമായ കോട്ടണോപോളിസ്, കോട്ടൺ സിറ്റി എന്നുള്ള പേരിലാണ്. ഓക്കെ, പിന്നെ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന സ്ഥലം നിങ്ങൾക്കറിയാം. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ അത് മുംബൈ അല്ല, അത് അഹമ്മദാബാദ് ആണ്. എന്നാൽ ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ കോട്ടൺ ഉൽപ്പാദിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ അതിന് ഉത്തരം ഗുജറാത്ത് ആണ്. നിലവിൽ ഏറ്റവും കൂടുതൽ കോട്ടൺ, പരുത്തി ഉൽപ്പാദിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് ഗുജറാത്ത് ആണ്. കോട്ടണോപോളിസ് മുംബൈ ആണ്. മാഞ്ചസ്റ്റർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്ഥലം അഹമ്മദാബാദ് ആണ്. കോട്ടൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിക്കുന്ന സംസ്ഥാനം അത് ഗുജറാത്ത് ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യമായിട്ട് ഒരു കോട്ടൺ അല്ലെങ്കിൽ പരുത്തി വ്യവസായ കേന്ദ്രം ആരംഭിച്ചത് ഇന്ത്യയിൽ എവിടെയാണ്? നിങ്ങളുടെ ചോദ്യം. ആദ്യമായിട്ട് ഒരു പരുത്തി വ്യവസായ കേന്ദ്രം ഇന്ത്യയിൽ ആരംഭിച്ചത് എവിടെയാണ്? നോക്കാം, ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം. നോക്കിയേ, ഏഷ്യൻ ഭവനം എന്ന് പറഞ്ഞാൽ ഈ ഹരിത വിപ്ലവത്തിന്റെ മറ്റു കാര്യങ്ങൾ റിസർച്ച് ഒക്കെ ചെയ്ത സ്ഥലമാട്ടോ. ചാടി കയറി ഇന്ത്യ എന്ന് കുത്തരുത്. ഫസ്റ്റ് ഇന്ത്യ ഉണ്ട്, ഉത്തരം ഏതാണ്? ഫിലിപ്പൈൻസ് ആണ്. ഫിലിപ്പൈൻസിലാണ് ഇതിന്റെ ഭാഗമായിട്ട് റിസർച്ച് ഒക്കെ, റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഉള്ളത്. അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ ഈ പറയുന്ന ഈ ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവൻ എന്നുള്ള പേരിൽ ഇത് അറിയപ്പെടുന്നത്. ഫിലിപ്പൈൻസ്. ഇതൊക്കെ ഈസി 2023 ചോദിച്ച ചോദ്യമാണ്. 2023 ചോദിച്ചാണ് 127 2023 കോഡ്. ഓപ്പറേഷൻ ഫ്ലഡ് നമ്മളിപ്പോ ഓപ്പറേഷൻ സിന്ദൂർ, ഇപ്പൊ ഈ അടുത്ത കാലങ്ങളിൽ PSC കണ്ട ഓപ്പറേഷൻ സിന്ദൂർ, കുറെ ഓപ്പറേഷൻ ഉണ്ട്. ഇത് കൃഷിയായിട്ട് ബന്ധപ്പെട്ടതാണ്, അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. ഞാൻ കൃഷിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മൊത്തം എടുത്തിട്ടതാണ്. അപ്പൊ ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് കേൾക്കുമ്പോൾ ഫ്ലഡ് നമ്മൾ ഓപ്പറേഷൻ ഫ്ലഡ്, വെള്ളപ്പൊക്കം അല്ലെ. ഓപ്പറേഷൻ ഫ്ലഡ് വെള്ളപ്പൊക്കമല്ല. ഇവിടെ നമുക്കറിയാം മത്സ്യോൽപാദനം, ക്ഷീരവികസനം ഉണ്ട്, പഴം പച്ചക്കറി ഉണ്ട്, പട്ടുനൂലുണ്ട്. എല്ലാവർക്കും അറിയുന്ന ഉത്തരവാണ് എന്താ? ക്ഷീരവികസനമാണ്. പാൽ ഉൽപാദനമായിട്ട് ബന്ധപ്പെട്ടാണ്, ക്ഷീരവികസനമാണ്. ഇതോട് ബന്ധപ്പെട്ട നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് വൈറ്റ് റവല്യൂഷൻ, ധവള വിപ്ലവം. ഇതും ഈ പറയുന്ന ക്ഷീര ഉൽപാദനമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിനാണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്നുള്ള പേരിൽ. അപ്പൊ 2023 ചോദിച്ച ചോദ്യമാണ്. ഞാൻ കുറച്ച് പ്രധാനപ്പെട്ട വിപ്ലവങ്ങൾ അതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ കൊടുക്കാം. നിങ്ങൾ ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. ഇത് ഇംഗ്ലീഷിലാണ് കൊടുത്തുള്ളത്, പറയാം നമുക്ക് ഇംഗ്ലീഷിലും വേണമെന്ന് തരാം. ഹരിത വിപ്ലവം നമുക്കറിയാം ഭക്ഷ്യധാന്യങ്ങളാണ്. ഹരിത വിപ്ലവം തർജ്ജമിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഇവിടെ പറയാം. ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവം എന്ന് പറയുന്നത് നമുക്കറിയാം ഭക്ഷ്യധാന്യങ്ങളാണ്. ഇവിടെ പറഞ്ഞു വൈറ്റ് റവല്യൂഷൻ, ഇത് പാലാണ്. ധവള വിപ്ലവം എന്ന് പറയുന്നത് പാലാണ്. യെല്ലോ റവല്യൂഷൻ, മഞ്ഞ വിപ്ലവം എന്ന് പറയുന്നത് എണ്ണക്കുരുകൾ എന്ന് വരാം. ഓയിൽ സീഡ് പറയുന്നത് എണ്ണക്കുരുകളാണ്. ബ്ലൂ റവല്യൂഷൻ, നീല, എന്താണ്? ഫിഷ് ആണ്. നീല കേൾക്കുമ്പോൾ നമുക്ക് അത് പറയുന്നത് ഓപ്ഷൻ കണ്ടാൽ നമുക്ക് അതിൽ നിന്ന് പിക്ക് ചെയ്യാൻ പറ്റണം, ഇതാണെന്നുള്ള ലോജിക്ക് ഉപയോഗിക്കുക ചില കാര്യങ്ങൾ. ബ്ലൂ എന്ന് കേൾക്കുമ്പോൾ ഫിഷ് മനസ്സിലാക്കുക, അത് ബ്ലൂ ആണ്. ഗോൾഡൻ റവല്യൂഷൻ എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി ചാര വിപ്ലവം, ഗ്രേ ഫെർട്ടിലൈസർ, നമുക്ക് വളങ്ങളുടെ കളറൊക്കെ ഏതായാലും ചാര കളറിലൊക്കെ ഒന്ന് ആലോചിച്ച് വെച്ചാൽ അപ്പൊ അതെന്താണ്? വളങ്ങളാണ്. അപ്പൊ ഫെർട്ടിലൈസറിനാണ് ഗ്രേ റവല്യൂഷൻ. സിൽവർ റവല്യൂഷൻ, അത് എഗ്ഗാണ്. സിൽവർ മുട്ട സിൽവർ റവല്യൂഷൻ. നമുക്ക് പണ്ടൊരു പൊന്മുട്ട ഇടുന്ന താറാവുന്ന കഥ വായിച്ചിട്ടുണ്ടാവും. ഇവിടെ പൊന്മുട്ടല്ല, സിൽവർ മുട്ട വിചാരിച്ചാൽ മതി. അപ്പൊ സിൽവർ മുട്ട, അതായതാണ് സിൽവർ റവല്യൂഷൻ എന്ന് പറയുന്നതാണ് എഗ് എന്നുള്ള. സിൽവർ ഫൈബർ എന്ന് പറയുന്നത് കോട്ടൺ ആണ്. നേരത്തെ പറഞ്ഞ യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പറയുന്നത് ഇത് സിൽവർ ഫൈബർ റവല്യൂഷൻ ആണ്. കാരണം ഈ റവല്യൂഷനൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന കാര്യത്തിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതാണ് ഉദ്ദേശിച്ചുള്ളത്. പിങ്ക് റവല്യൂഷൻ ഉണ്ട്, ഇതെല്ലാം പഠിക്കേണ്ട. ഓണിയൻ, ബ്രൗൺ, നമുക്ക് കളർ കണ്ടറിയാം. നമ്മുടെ ഓണിയൻ, സവാള അതുപോലെ ചെമ്മീനൊക്കെ ഉദ്ദേശിക്കുന്നത് പിങ്ക് റവല്യൂഷൻ. റൗണ്ട് റവല്യൂഷൻ, റൗണ്ട് എന്ന് പറഞ്ഞാൽ കിഴങ്ങ് അല്ലെ, കിഴങ്ങ്. നമ്മളെ ആൾക്കാർ കിഴങ്ങ് വിളിക്കാറുണ്ട്, അതല്ല. റൗണ്ട് എന്ന് ഉദ്ദേശിച്ചത് പൊട്ടാറ്റോ ആണ്. റെഡ് റവല്യൂഷൻ എന്ന് പറയുന്നത് ടൊമാറ്റോ, മീറ്റ്, ഇത് രണ്ടിന്റെ കളർ നോക്കാം. ടൊമാറ്റോ, നമ്മളെ തക്കാളി, അതുപോലെ ഇറച്ചി, ഇതിന്റെയൊക്കെ ഉൽപ്പാദനത്തിന്റെ വർധന വേണ്ടിയിട്ടാണ്. അപ്പൊ ജസ്റ്റ് ഒരു പിക്ചർ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇത് കൊടുത്തുള്ളത്. നിങ്ങൾ ഇത് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടായിരിക്കാം. പെട്ടെന്ന് നമുക്ക് ഏകദേശം ഓപ്ഷൻ കണ്ടാൽ പിക്കാൻ പറ്റും. ഓപ്ഷൻ കണ്ടാൽ നമുക്ക് ഈസിയായി പിക്കും. ഇപ്പൊ നിങ്ങൾ നോക്കി ഈ ചോദ്യം കണ്ട ഓപ്പറേഷൻ ഫ്ലഡ്, മത്സ്യം, ഫ്ലഡ്. ചിലപ്പോൾ ചില ആളുകൾ അങ്ങനെ ആലോചിക്കും, ഫ്ലഡ്, വെള്ളപ്പൊക്കം, മീൻ എന്നൊക്കെ ആലോചിക്കും. അതല്ല കേട്ടോ, അങ്ങനെ ആലോചിക്കരുതേ. നമ്മൾ ഈ പരീക്ഷയുടെ വലിയ പ്രശ്നം വെച്ചാൽ ഓവർ തിങ്ക് ചെയ്യും. ഓവർ തിങ്ക് ചെയ്ത് അലമ്പാക്കിയാണ്. അപ്പൊ അങ്ങനെ ഓവർ തിങ്ക് ചെയ്യേണ്ട, നിങ്ങൾ സാധാ തിങ്കി മതി. നോക്കാം അടുത്ത ചോദ്യം. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായ ഏത്? ശരി, 2024 ചോദ്യം തന്നെയാണ്. ശരിയായതാണ് ചോദിച്ചത്. ശരിയായതാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി, അല്ലെ? ശരിയല്ലേ? ഇന്ത്യ ഈ പറയുന്ന ഗോതമ്പ് പോലത്തെ ധാന്യങ്ങളൊക്കെ കൂടുതൽ ഉത്പാദിപ്പിക്കാൻ, നെല്ലൊക്കെ ഉത്പാദനത്തിൽ വർധന വന്നു, സ്വയം പര്യാപ്തത. ഡോക്ടർ MS സ്വാമിനാഥനാണ് ഇത്. കണ്ട, ഇവിടെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. കണ്ടില്ലേ? കാരണം അങ്ങനെ കൊടുക്കാനുള്ള കാരണം ഇവിടെ ഈ ഇന്ത്യൻ എന്ന് കൊടുത്തില്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റായി മാറും.
കാരണം ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അല്ല, അത് നോർമൻ ബോർലോഗ് ആയിട്ടുള്ള. അപ്പൊ അതുകൊണ്ട് പ്രത്യേകമായി കൊടുത്തുള്ളത്, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയി പോകും. അതുകൊണ്ടാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു അല്ലെ. ഇവിടെ ഈ സ്വയം പര്യാപ്തത കൂടി കഴിഞ്ഞാൽ എന്തായാലും ആശ്രയത്വം കുറയില്ലേ, ശരിയല്ലേ? ഇന്ത്യയിൽ പ്രധാനമായും ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു. ഗോതമ്പ് വിപ്ലവം അല്ലെ. നമ്മൾ ഇതിന്റെ പരീക്ഷണം ആദ്യം നടത്തുന്നത് എന്തിലാണ്? ഗോതമ്പിലാണ്. നമ്മൾ ഈ പറയുന്ന HYV സീഡ്സ് എന്ന് പറയുന്ന സീഡ്സിന്റെ ഒക്കെ പരീക്ഷണം നടത്തുന്നത് എന്തിലാണ്? ഗോതമ്പിലാണ്. അപ്പൊ ഇതിന് ഉത്തരം നോക്കുമ്പോൾ എല്ലാം ശരിയില്ല. അങ്ങനെ കൂടുണ്ടോ നോക്കാം. അങ്ങനെ കൂടുണ്ടോ? തീർച്ചയായും ഉണ്ട്. ഇതിന്റെ ഓപ്ഷൻ എന്താണ്? 1 2 3 4 ആണ്. 1 2 3 4 ആണ്. 4 ഉണ്ട്. അപ്പൊ 4 ഇതിന്റെ ഉത്തരമാണ്. ചിലർക്ക് തോന്നുന്നു ഇനി 2 മാത്രമാണോ, ഇനി 1 2 ആണോ, അങ്ങനെയൊക്കെ തോട്ട് വരും. പക്ഷെ മൊത്തം ഉണ്ടെന്ന് അറിഞ്ഞിരിക്കാം. സർബതി സോറോണ അപ്പൊ എന്ന ഗോതമ്പിനെ വികസിപ്പിച്ച കൃഷി ശാസ്ത്രജ്ഞൻ. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്ക് ഡോക്ടർ വർഗീസ് കുര്യൻ ഉണ്ട്. ഓക്കെ, ഗോതമ്പ് വർഗീസ് കുര്യൻ കണക്ഷൻ ഉണ്ടോ? ഇല്ല. പാലക്കാണെങ്കിൽ നമുക്ക് പറയാനും വർഗീസ് കുര്യൻ മിൽക്ക് മാൻ നമ്മൾ പറയുന്നതാണ്. ഓക്കെ, ഇന്ത്യയിലെ ദേശീയ മിൽക്ക് ഡേ, നാഷണൽ മിൽക്ക് ഡേ, അതും നിങ്ങൾ കമന്റ് ചെയ്യാം. നാഷണൽ മിൽക്ക്, നിങ്ങളുടെ ചോദ്യമാണ്, നാഷണൽ മിൽക്ക് ഡേ നമ്മൾ ആചരിക്കുന്ന ദിവസം എന്നാണ്. ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ആ ദിവസം വേറെ എന്തൊക്കെ ഉണ്ട്, പോട്ടെ, ഇതിലേക്ക് പോകുന്നില്ല. ഡോക്ടർ വർഗീസ് കുര്യൻ അല്ല, ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഉണ്ട്, നോർമൻ ബോർലോഗ് ഉണ്ട്. അപ്പൊ നമുക്ക് തോന്നുന്നു സർബതി സോറോണ. ഇനി ഇവർ രണ്ടുപേരുണ്ടല്ലോ, അവിടെ ഡൗട്ട് വരാം, ഇവരാരും അല്ലാന്നുണ്ട്. ഇതിന് ഉത്തരം ആരാണ്? ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ്. നോർമൻ ബോർലോഗിലേക്ക് പോണ്ട, എം എസ് സ്വാമിനാഥൻ. 2023 ചോദിച്ച ചോദ്യമാണ്. ഇനി ഇവിടെ കാണാൻ പറ്റും പുകയില ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല. നമുക്കറിയാം കേരളത്തിലെ പുകയില, അതുപോലെ പറങ്കി, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ മെയിൻ ആയിട്ടുള്ള ആൾ ആരാണ്? കാസർഗോഡാണ്. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും അറിയാം പുകയില ഉൽപ്പാദനത്തിലൊക്കെ കാസർഗോഡാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പം പുകയില ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല കാസർഗോഡാണ്. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം, ധാതു കലവറ, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ വിളിക്കുന്ന പേര് സ്റ്റോർ ഹൗസ് ഓഫ് മിനറൽസ് എന്നാണ് വിളിക്കുന്നത്. ഇത് നിങ്ങൾ SCRലൊക്കെ ബന്ധപ്പെട്ടിട്ടാണ്. ഇതിൽ നമുക്ക് രാജസ്ഥാൻ, കേരളം ധാതു കലവറ അല്ലെ, ചിരി വരുന്നുണ്ടോ? കേരളം ധാതു കലവറ അല്ല. മധ്യപ്രദേശ്, നമുക്ക് ഡൗട്ട് വരും രാജസ്ഥാൻ, മധ്യപ്രദേശ്, ജാർഖണ്ഡാണ്. ഇതിന് ഉത്തരം ജാർഖണ്ഡാണ്. നമുക്ക് ഈ ചോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ റീജിയനിലൊക്കെയാണ് ഭാഗത്താണ് കൂടുതലായിട്ട് ഈ ധാതുക്കളുടെ ലഭ്യത, മിനറൽസ് അല്ലെങ്കിൽ ധാതുക്കളുടെ ലഭ്യത ഉള്ളത്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ കൽക്കരി, അതേപോലെ ഇരുമ്പയിര്, അതേപോലെ ബോക്സൈറ്റ്, അതേപോലെ മാഗ്നീസ്, ഇതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതും ധാതുക്കളുടെ കലവറ പറയാൻ കാരണം ഇപ്പൊ നമുക്ക് കൽക്കരി, ജാരിയ, കൽക്കരിയുടെ പ്രധാന കേന്ദ്രം അത് ജാർഖണ്ഡിലാണ്. ഇങ്ങനെ കുറെ സ്ഥലമുണ്ട്, എല്ലാം ഉണ്ട്. ജാർഖണ്ഡ് നോക്കുകയാണെങ്കിൽ ഈ ഞാൻ പറയുന്നതും എല്ലാത്തുമായിട്ടുള്ള നിരവധി ധാതുക്കളുടെ നിക്ഷേപം കാണുന്ന സ്ഥലമാണ് ഇത് ജാർഖണ്ഡ് എന്ന് പറയുന്നത്, ധാതു കലവറ. അതുപോലെ ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന് പറയപ്പെടുന്ന സ്ഥലമുണ്ട്. അതൊരു സംസ്ഥാനമല്ല, ഇന്ത്യയുടെ ധാന്യപ്പുര. ഇന്ത്യയുടെ ഏത് പ്രദേശമാണ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത്? നിങ്ങൾക്കുള്ള ചോദ്യം. കുറെ ചോദ്യം തന്ന് മുഷിപ്പിക്കല്ല, നിങ്ങൾ കണ്ടെത്തും. നോക്കുക, സാധനങ്ങളുടെ വില തുടർച്ചയായി വർദ്ധിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേര്. വാവ്, നല്ല രസമുള്ള ചോദ്യം. 2024. പണച്ചുരുക്കം, നിശ്ചലാവസ്ഥ, ഇവയൊന്നുമല്ല. സാധനങ്ങളുടെ വില കൂടാ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഇൻഫ്ലേഷൻ ആണ്. അതിന് മലയാളത്തിൽ പറയുന്ന വാക്കാ ചോദിച്ചത്. അതിന് ഉത്തരം പണപ്പെരുപ്പമാണ്. പണപ്പെരുപ്പം. ഈ പണം പെരുകുമ്പോഴാണല്ലോ സാധനത്തിന്റെ വില കൂടാ അല്ലേ? പണം പെരുകുമ്പോഴല്ലേ സാധനത്തിന്റെ വില കൂടാ. എടാ, നിങ്ങളുടെ കയ്യിലൊക്കെ പൈസ, നമ്മുടെയൊക്കെ കയ്യിൽ പൈസ, എല്ലാവരുടെ കയ്യിലും. ഇപ്പൊ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദി എല്ലാവർക്കും 1 lakh വെച്ച് തരാണ്, 1 ലക്ഷം വെച്ച് മാസം. നിങ്ങൾ ജോലിക്ക് 1 ലക്ഷം വെച്ച് നിങ്ങൾ തരാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ എല്ലാവരും പൈസ, നിങ്ങൾ എല്ലാവരും സാധനം മേടിക്കും, നിങ്ങൾ എല്ലാവരും പല സേവനങ്ങൾ ഉപയോഗിക്കും. അപ്പൊ എല്ലാവരും സാധനം മേടിക്കാൻ തുടങ്ങി എന്ത് സംഭവിക്കും? സാധനങ്ങളുടെ ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കൂടി എന്ത് സംഭവിക്കും? വില കൂടും. സിമ്പിൾ ലോജിക്കാണ്. അപ്പൊ സാധനങ്ങളുടെ വില കൂടാൻ കാരണം എന്താണ്? പണപ്പെരുപ്പം സാധനങ്ങളുടെ വില കൂടാൻ. രണ്ടും ഒരേ പോലെ അറിഞ്ഞിരിക്കാം. ഇനി അടുത്ത്, സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാന അളവുകോൽ ഏതാണ്? സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാന, വളർച്ചയാണ്, വികസനമല്ല. വികസനമൊക്കെ നമുക്ക് HDI പോലത്തെ കാര്യങ്ങൾ പറയാം. സാമ്പത്തിക വളർച്ച, ഇപ്പൊ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയൊക്കെ നമ്മൾ കാണിക്കുന്നത്, ഇന്ത്യ ഇത്ര വളർന്നു എന്ന് പറയുന്നത് ഇന്ത്യയുടെ ദേശീയ വരുമാന സൂചികൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഇതിൽ ദേശീയ വരുമാന സൂചക കാര്യമാണ് നോക്കുക. ജനറൽ ഡെവലപ്മെന്റ് പ്രൊഡക്റ്റോ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? 2024 ചോദിച്ചാണ്, തെറ്റിക്കാൻ വേണ്ടി തരുന്ന അതൊക്കെ. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, ഇത് കേട്ടിട്ടുണ്ട് അല്ലേ? ഇതാണ് GDP. ശരിക്കും പറയാൻ ഇതാണ് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ബാക്കി നോക്കിയേ, ജനറൽ ഡെവലപ്മെന്റ് പ്രൈസ്, ഇവയൊന്നുമല്ല. ഇവർക്ക് ഇനി ഉണ്ടാക്കാൻ വയ്യാത്തതുകൊണ്ടാണ് തോന്നുന്നത്. 2 എങ്ങനെയോ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഏത്? ചൂടുള്ള 2 ഓപ്ഷൻസ്, അല്ലെങ്കിൽ ഫ്രഷ് സാധനം അല്ലെ? അതായത് ജനറൽ ഡെവലപ്മെന്റ് പ്രൊഡക്റ്റ്, അതുപോലെ ജനറൽ ഡെവലപ്മെന്റ് പ്രൈസ്. ഇതൊക്കെ നിങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചല്ലോ. GDP ആണ് എന്ന് പഠിച്ചു വെച്ച് പോയിണ്ടാവും. ആ GDP ഉണ്ട്, NDP ഉണ്ട്, NNP ഉണ്ട്, GNP എന്നൊക്കെ പഠിച്ചു വെച്ച് പോയിണ്ടാവും. അവിടെ വെച്ചിട്ട് നിങ്ങൾ ഇതിന് ഫുൾ ഫോം ഷോർട്ട് ആകും. ഒക്കെ GDP, ഇതും GDP, മൊത്തം GDP ഉണ്ട് ഒരു കോമഡി. അപ്പൊ നോക്കുമ്പോൾ ഇതിലെന്താണ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. അതായത് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. ഇതാണ് നമ്മുടെ ഒരു രാജ്യത്തിന്റെ വളർച്ച, സാമ്പത്തിക വളർച്ച അളക്കാൻ ഉപയോഗിക്കുന്നത്. അതിന് ഉത്തരം ഏതാണ്? C ആണ് ഉത്തരം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. താഴെ പറഞ്ഞ പ്രത്യക്ഷ നികുതിയിൽ ഉൾപ്പെടുന്നത് ഏത്? പ്രത്യക്ഷ നികുതി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരിട്ട് കൊടുക്കുക എന്നുള്ള മീനിങ് അല്ല. നികുതി ആരെ മുകളിലാണ് ചുമത്തിയിട്ടുള്ളത്, അയാൾ തന്നെ നികുതി
അടയ്ക്കുന്നതിന് പറയുന്നതാണ് പ്രത്യക്ഷ നികുതി. നികുതി ചുമത്തപ്പെട്ട ആൾ തന്നെ നികുതി അടയ്ക്കുമ്പോൾ അതിന് പറയുന്ന പേരാണ് എന്താ? പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത്. പരോക്ഷ നികുതി എന്ന് പറഞ്ഞാൽ എന്താണ്? നികുതി ചുമത്തപ്പെട്ടത് ഒരാളിലും നികുതി അടയ്ക്കുന്ന മറ്റൊരാളാണ് അതിനെന്ത് വിളിക്കുന്നത്? പരോക്ഷ നികുതി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചത് വരുമാന നികുതി, വിൽപ്പന നികുതി, സേവന നികുതി, കസ്റ്റംസ് തീരുവ. 2022 വന്ന 084/2022 ചോദ്യത്തിലാണ് വന്നിട്ടുള്ളത്. വിൽപ്പന നികുതി ഇത് പരോക്ഷ നികുതി അല്ലേ? സെയിൽസ് ടാക്സ് എന്ന് പറയുന്നത് പരോക്ഷ നികുതിയാണ്. കാരണം ഇത് ചുമത്തപ്പെട്ടത് ആ വിൽക്കുന്ന അല്ലെങ്കിൽ ഉൽപാദന മുകളിലാണ്. അത് അടയ്ക്കുന്ന ആരാണ്? ഉപഭോക്താവാണ്. സേവന നികുതി ഇത് അടിക്കുന്ന ആരാണ്? ഉപഭോക്താവാണ്. കസ്റ്റംസ് ഇതും അടിക്കുന്ന ആരാണ്? അവസാനം. ഇതിന് ഉത്തരം ഏതാണ്? വരുമാന നികുതിയാണ്. ഇപ്പൊ ഞാനാണ് വരുമാനം കൈപ്പറ്റുന്നെങ്കിൽ ഞാൻ തന്നെ അടയ്ക്കേണ്ടത്. ഇപ്പൊ ഞാനൊരു 10 ലക്ഷം വരുമാനം, വാർഷിക വരുമാനമുള്ള ആളാണെങ്കിൽ ഞാൻ നിർബന്ധമായിട്ടും നികുതി അടിക്കണം. അതെന്താണ്? വരുമാന നികുതിയാണ്. വ്യക്തിഗത ആദായ നികുതി എന്ന് പറയും. വ്യക്തിഗത ആദായ നികുതി അത് ഒരു പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണമാണ്. അങ്ങനെ കുറെ പ്രത്യക്ഷ നികുതി. ഇപ്പൊ GST എന്താണെന്ന് ചോദിച്ചേക്കാം. GST എന്താണ്? GST എന്ന് പറഞ്ഞാൽ പരോക്ഷ നികുതിയാണ്. GST ഒരു പരോക്ഷ ഇൻഡയറക്ട് ടാക്സ് ആണ്. പ്രത്യക്ഷ നികുതി എന്ന് പറഞ്ഞാൽ ഡയറക്ട് ടാക്സ് ആണ്. അപ്പൊ ഇതിന് ഉത്തരം ഏതാണ്? വരുമാന നികുതിയാണ്. ഇനി ഇവിടെ കാണാൻ പറ്റും ഗവൺമെന്റിന്റെ വാർഷിക ധനകാര്യ പ്രസ്താവന എന്നറിയപ്പെടുന്നത്. ഗവൺമെന്റ് വാർഷിക ധനകാര്യ പ്രസ്താവന, വാർഷിക ആനുവൽ ധനകാര്യ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഇത് ആർട്ടിക്കിൾ 112 പറയുന്നതാണ്, ഭരണഘടന പറയുന്നതാണ്. ഇതിന്റെ പേരാണ് എന്ത്? ബജറ്റ്. ഇതെല്ലാവർക്കും അറിയാം, ബജറ്റാണ്. അപ്പൊ ധനകാര്യം, ധനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പൊതുകടം, പണനയം, പൊതു ചെലവൊക്കെ ഉണ്ട്. ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്, ബജറ്റാണ്. ഇനി അടുത്ത് നോക്കുക, ആസ്തികളിലെ ഏറ്റവും ലിക്വിഡായ രൂപം. ലിക്വിഡായ രൂപം എന്നുള്ള ടേം പറയുക. ലിക്വിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ദ്രാവകാവസ്ഥയുള്ള ആ മീനിങ്ങിൽ മാറ്റി വെക്കാം. ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ദ്രാവകാവസ്ഥ എന്നുള്ള സംഗതി ഉണ്ട്. അതല്ല, നമുക്ക് പെട്ടെന്ന് എന്താ പറയാ ഒരു സാധനം മേടിക്കാൻ. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഉദാഹരണം ഞാൻ പറയാം, നിങ്ങളുടെ കയ്യിൽ 1 ലക്ഷം രൂപയുടെ പണം ക്യാഷ് ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ 1 ലക്ഷം വില വരുന്ന ഗോൾഡ് ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ 1 ലക്ഷം വില വരുന്ന കെട്ടിടുണ്ട്. നിങ്ങളുടെ കയ്യിൽ 1 ലക്ഷം വില വരുന്ന ഭൂമിയുണ്ട്. അപ്പൊ ഇതൊക്കെ ഉണ്ട്. ഇതിൽ നിങ്ങൾ ഒരു സാധനം മേടിക്കാൻ പോകുമ്പോൾ നിങ്ങൾ 1 ലക്ഷം വരുന്ന സ്വർണ്ണം ചേട്ടാ ഇതാ പിടിക്കൂ, 2 പഴം പച്ചക്കറി അങ്ങനെ വാങ്ങാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ലിക്വിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും പെട്ടെന്ന് എന്താക്കാം അതിനെ കൈമാറ്റം ചെയ്യാൻ പറ്റണം. ഏറ്റവും പെട്ടെന്ന് കൈമാറ്റം ചെയ്യാൻ പറ്റണം. അതാണ് ലിക്വിഡിനോട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഏറ്റവും പെട്ടെന്ന് കൈമാറ്റം ചെയ്യാൻ പറ്റുന്നതിൽ ആരാണ്? ഇതിന് ഉത്തരം പണമാണ്. ഇതൊന്നും അത്ര കൈമാറ്റം ചെയ്യാൻ പറ്റുന്നില്ല. സ്വർണം പിന്നെയും പറയും, ഭൂമി കെട്ടിയൊക്കെ സമയം എടുക്കും. ഇനി അടുത്ത് നോക്കുക, ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഒഴിവാക്കുന്നത് ആര്? അതായത് നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ നിങ്ങൾ നോക്കുക, ഇതിൽ നിങ്ങൾക്ക് ഒന്നും അറിയില്ല. നിങ്ങൾ നോക്കുക, ഇവിടെ വേതനം, ലാഭം, വാടക, ഇവിടെ വീട്ടമ്മമാരുടെ സേവനം, ഇല്ല, ഇത് ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഉപയോഗിക്കണം. നിങ്ങൾ വീട്ടിൽ വന്നിട്ട് അമ്മേ പറയൂ എത്ര മണിക്കൂർ ജോലി ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്. ഇന്ന് 8 മണിക്കൂർ ജോലി ചെയ്തു, ഇത്ര പൈസ. അങ്ങനെ ഇല്ലല്ലോ. അപ്പൊ ലോജിക്കാണ്, അതൊക്കെ സിമ്പിൾ ലോജിക്കാണ്. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കും. ബാക്കി ഇപ്പൊ വാടക എന്ന് പറഞ്ഞാൽ റെന്റാണ്, ഇതൊരു വരുമാനമാണ്. ലാഭം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആണ്. അതുപോലെ വേതനം എന്ന് പറഞ്ഞാൽ വേജ് ആണ്. ഇത് കൂടാതെ പലിശ ഒരാളും കൂടി ഉണ്ട്. അവരും, അതായത് നമ്മൾ പറയുന്ന ഉൽപാദന ഘടകങ്ങളുണ്ട്. ആ ഉൽപാദന ഘടകങ്ങളുടെ ഈ എന്താ പറയാ പേയ്മെന്റ് നമ്മൾ പറയുന്ന പേരാണ് ഈ പറയുന്ന ലാഭം, അതുപോലെ പലിശ, അതുപോലെ വേതനം, അതേപോലെ വാടക. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ ദേശീയ വരുമാനത്തിന്റെ ഭാഗമാവുന്നത്. അതല്ലാത്ത നമ്മൾ ആവുന്നില്ല. ഈ പ്രത്യേകിച്ച് വീട്ടമ്മയുടെ വേതനം ഒരിക്കലും എന്താവുന്നില്ല, ദേശീയ വരുമാനത്തിന്റെ ഭാഗമായിട്ട് മാറുന്നില്ല. ഓക്കെ, രണ്ടായിരം. അപ്പൊ ഇതാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയാൻ പഞ്ചവത്സര പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ 5 ഇയർ പ്ലാനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ആവർത്തന സ്വഭാവമുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ഈ ആവർത്തന സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ അത് സ്ഥിരമായിട്ട് പലതരത്തിൽ ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ കണ്ട ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഞാൻ ചർച്ച ചെയ്ത് എന്തായിട്ട് ബന്ധപ്പെട്ടാണ് പഞ്ചവത്സര പദ്ധതി, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗിനെ ബന്ധപ്പെട്ടാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്താണ്, നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ്. നമ്മൾ ഓരോ പഞ്ചവത്സര പദ്ധതിയുടെ പ്രത്യേകതകളാണ് ഞാൻ 1, 2 തന്നെ കൊടുക്കുള്ളൂ. 1 ഇത് 1ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. 1 ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി നമ്മൾ അറിയപ്പെടുന്നത് എന്താണ്? ഹാരോഡ് ഡോമർ മോഡൽ. ഹാരോഡ് ഡോമർ മോഡൽ. അപ്പൊ ഹാരോഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 1ാം പഞ്ചവത്സര പദ്ധതിയാണ്. 2ാമത് നമുക്കറിയാം, 2ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് ഏതാണ്? നമുക്കറിയാം PC മഹലനോബിസ് ആണ് അതിന്റെ ആള്. മഹലനോബിസ് മാതൃക അല്ലെങ്കിൽ മഹലനോബിസ്. ഓക്കെ, അപ്പൊ മഹലനോബിസ് മോഡൽ അറിയപ്പെടുന്നതാണ് ഇത്. കാരണം PC മഹലനോബിസ് ആണ് ഇതിന് പിന്നാലുള്ള നടന്ന ആള്, അല്ലെങ്കിൽ ഇതിന്റെ പ്ലാനിങ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത ആർക്കിടെക്ട് ആരായിരുന്നു? PC. അപ്പൊ 2ാം പഞ്ചവത്സര അറിയപ്പെടുന്നതാണ് PC മഹലനോബിസ് മോഡൽ. 3ാമത്തത് ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെടുന്നത്. ഗാഡ്ഗിൽ
ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെടുന്ന പദ്ധതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് 3ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഈ 4 ഞാൻ പറയുന്നില്ല, ഓരോ പ്രത്യേകതകളാണ് പറഞ്ഞത്. 5ാമത്തെ പഞ്ചവത്സരം നോക്കാം. 5ാമത്തേലാണ് നമ്മൾ മനസ്സിലാക്കുക DP ദർ ആവിഷ്കരിച്ച പഞ്ചവത്സര ദർ ഇങ്ങനെയാണോ? ദറിന് ചെറിയ വ്യത്യാസമുണ്ട്. ഇതാന്റെ ഒക്കെ ഒരു പ്രത്യേകത. DP ദർ ആവിഷ്കരിച്ച പദ്ധതിയാണ്. റീഡ്രാഫ്റ്റ് ചെയ്ത അദ്ദേഹം റീഡ്രാഫ്റ്റ് ചെയ്താണ്. ഈ പ്രത്യേകത ഈ പദ്ധതിയായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യമാണ് ഗരീബി ഹട്ടാവോ എന്നാ തോന്നുന്നു. ഗരീബി ഹട്ടാവോ ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ചിലപ്പോൾ അങ്ങനെയായിരിക്കും ചോദിക്കുക. ഗരീബി ഹട്ടാവോക്ക് പകരം മലയാളത്തിൽ ചോദിച്ചേക്കാം. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഏത് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടാണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 5 കഴിഞ്ഞു, 6 നമ്മുടെ ഇനി പറയുന്നത് 8ാം പഞ്ചവത്സര പദ്ധതി. 8ാം പഞ്ചവത്സര പദ്ധതി അറിയുന്ന പേരാണിത് റാവു മൻമോഹൻ മോഡൽ. നമുക്കറിയാം മൻമോഹൻ സിംഗും അതേപോലെ തന്നെ നമ്മുടെ നരസിംഹറാവും കൂടി, അതായത് ആ സമയത്ത് ധനകാര്യമന്ത്രി ആരായിരുന്നു? മൻമോഹൻ സിംഗ് ആയിരുന്നു. നരസിംഹറാവു പ്രധാനമന്ത്രി ആയിരുന്നു. അപ്പം അവര് ആ ഒരു ഇന്ത്യൻ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ട് അവരാണ് ആവിഷ്കരിച്ചത്. അപ്പൊ റാവു മൻമോഹൻ മോഡൽ എന്ന് പറഞ്ഞാൽ അതാണ്. 9ാമത്തെ സ്ത്രീ ശാക്തീകരണം അല്ലെങ്കിൽ സ്ത്രീ എന്നുള്ള ഒരു ഘടകം, സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതി വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? അത് 9ാം പദ്ധതിയാണ്. അല്ലെങ്കിൽ നമ്മൾ അതിനെ ജനകീയ പദ്ധതി വിളിക്കാം. ജനകീയ പദ്ധതി വിളിക്കാറുണ്ട്. 10ാമത്തെ പഞ്ചവത്സര പദ്ധതി എന്നീ പ്രത്യേകം ഉണ്ടോ? അതെ, കേരള മോഡൽ എന്നറിയപ്പെടുന്ന ഏതാണ്? 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. കേരള മോഡൽ. നമ്മൾ കേരള മോഡൽ ഡെവലപ്മെന്റ്, കേരള വികസനം മാത്രമേ അറിയാം, അതായത് ബന്ധപ്പെട്ടാണ്. ഇനി 11ാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ ഒരു കാര്യം കൂടി പറയാം. അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ പഞ്ചവത്സര മോഡൽ നിർത്താം. വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? വിദ്യാഭ്യാസ പദ്ധതി. അത് 11ാം. അപ്പൊ ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും, നമുക്ക് 12 പഞ്ചവത്സര പദ്ധതികളുണ്ട്. പക്ഷെ ഞാൻ പ്രധാനമായിട്ട് ചോദ്യങ്ങൾ വരുന്നതിന്റെ ഭാഗമായിട്ട് അടുത്ത് കൊടുത്തുള്ളത് 1, 2 ഓരോ പഞ്ചവത്സര പദ്ധതിയും അതിന്റെ പ്രത്യേകതകൾ, അതിന്റെ മോഡലുകൾ, ഇങ്ങനെ പേരുകളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കൃത്യമായിട്ട് 8ാം റാവു മൻമോഹൻ മോഡൽ ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? വിദ്യാഭ്യാസ പദ്ധതി എന്നാണ്. ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? സ്ത്രീ ശാക്തീകരണം, സ്ത്രീക്ക് ഊന്നൽ കൊടുത്ത പദ്ധതി ഏതാണ്? അപ്പൊ ഇങ്ങനെയുള്ള തരത്തിലൊക്കെ ചോദ്യങ്ങൾ വരും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യം കൊടുത്തുള്ളത്. നിങ്ങളിത് വായിക്കുക, മനസ്സിലാക്കുക, പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പഠിക്കട്ടോ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒരു ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്കണോമിക്സിൽ 5 മാർക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. വന്ന ചോദ്യങ്ങളുടെ ഏരിയ ഡിസ്കസ് ചെയ്തു, പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ചോദ്യങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് കൃത്യമായിട്ട് ബാക്ക്ഗ്രൗണ്ട് വർക്ക് നമ്മൾ ചെയ്തിരിക്കണം. അപ്പോൾ ആവർത്തന സ്വഭാവ ചോദ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് പ്ലാനിംഗ് കമ്മീഷന്, നിതി ആയോഗ്, പഞ്ചവത്സര പദ്ധതികൾക്ക് ആവർത്തന സ്വഭാവങ്ങളുണ്ട്. ഹരിത വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ചിലപ്പോൾ 5 നമുക്ക് 4 കിട്ടിയാൽ മതി. 5 ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇതേപോലെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വന്നിട്ട് ഇതിൽ ബുദ്ധിമുട്ടാൻ പോകുന്ന ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കാത്ത ആളാണെങ്കിൽ നമ്മൾ പറയുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ പണനയമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾക്ക് ബുദ്ധിമുട്ടാവാം. അല്ലെങ്കിൽ ഈ പറയുന്ന CRR, SLR ഒക്കെ വന്നുള്ള ചോദ്യങ്ങൾ ബുദ്ധിമുട്ടാവും. എല്ലാത്ത ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റിയാണ്. അപ്പൊ ആസ്ഥാനങ്ങൾ നോക്കിയിരിക്കുക, ധനകാര്യ സ്ഥാപനത്തിന്റെ. അതേപോലെ പ്രധാനപ്പെട്ട കാർഷിക വിളകൾ അറിഞ്ഞിരിക്കുക. ഇപ്പം കേരളം ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിക്കുന്ന സംസ്ഥാനം ഏതാണ്? അതുപോലെ നമ്മൾ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കേരളത്തിലെ ജില്ലകൾ തലംതിരിച്ചുള്ള അറിവുകൾ ഉണ്ടാക്കിയിരിക്കുക. ഇങ്ങനെ നോക്കി കൃത്യമായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 5 മാർക്കോ അല്ലെങ്കിൽ അതിന്റെ അടുത്തുള്ള മാർക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിരിക്കും. എന്നാൽ നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഉദ്യോഗസ്ഥനായി മാറാൻ പറ്റും. എന്നാലും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.